അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ ശുഭാപ്തിയോടെ കാത്തിരിക്കേണ്ട ഒരു വരുംകാലത്തെ പ്രതീക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ആ ശുഭാപ്തി വിശ്വാസം നൽകട്ടെ. ഇന്ന് എല്ലാവരുടെ ഇടയിൽ ഇസ്ലാം തീർന്നു, ഇനി ഞാൻ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ ആ സംസ്കാരത്തിലേക്ക് പോയേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ കല്യാണം മറ്റൊരുത്തന്റെ സംസ്കാരമാണ്, നമ്മുടെ വിവാഹം വേറൊരുത്തന്റെ സംസ്കാരമാണ്, നമ്മുടെ ആഘോഷം വേറൊരുത്തന്റെ സംസ്കാരമാണ്, നമ്മുടെ ചിന്തകൾ വേറൊരുത്തന്റെ ചിന്തയാണ്. എന്തുകൊണ്ട്? മുസ്ലിമിന്റെ ചിന്ത പാടില്ല, ഇത് തകരാനുള്ളതാണ് എന്നൊരു മിഥ്യയുടെ ചിന്ത നമ്മുടെ ചെറുപ്പക്കാരെ ബാധിച്ചിട്ടുണ്ട്. അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തില്ല? ബജറ്റ് അവതരിപ്പിക്കണം മന്ത്രിസഭ മാതിരി. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ നിങ്ങൾ മന്ത്രിസഭ കണ്ടിട്ടുണ്ട്? എല്ലാവരും ഒരൊറ്റ ഉറക്കമുണ്ട്. കാരണം ഈ വകയൊരുത്തണ കോടി അറിഞ്ഞുകൂടാ, മിച്ചക്കമ്മി അറിഞ്ഞുകൂടാ. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാലേ അറിയാൻ പറ്റും. നിങ്ങൾ അമ്മാതിരി മാലക്കും ലാ തന്തിക്കൂൻ, അങ്ങനെയല്ലേ നമ്മുടെ വിചാരധാര ഇപ്പം മുമ്പോട്ട് പോകുന്നത്? ഇതൊരു പ്രത്യേക പ്രൊപ്പഗണ്ട. ഇത് യൂറോപ്പിന്റെ പ്രൊപ്പഗണ്ടയാണ്. IS-നെ മുമ്പിൽ നിർത്തി IS-നെ ഇസ്ലാമായി അവതരിപ്പിച്ച് അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളെ വ്യാപകമായി പ്രചരിപ്പിച്ച് നമ്മെ ഒരുമാതിരി ഉൾവരിയുന്നവരാക്കി മാറ്റുക. ഈ ഒരു അജണ്ടയാണ് ഇന്ന് സൂക്ഷിച്ച് ചരിത്രത്തെ പരതിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ ബേജാറാണ്. അള്ളാഹു അത് മാറ്റി നമ്മളെ ഇസ്ലാമിനെ വെളിച്ചത്തിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതം ഏതാണ്? ഇതല്ല. ഇവിടെ നടക്കുന്ന ഒരൊറ്റ കാര്യവും നമ്മെ ബാധിക്കുന്നതേയല്ല. വിശ്വാസിയെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഒരു കാര്യവും അവനെ ബാധിക്കുകയില്ല. നിങ്ങൾ എന്നെ നോക്കി ഇങ്ങോട്ട് നോക്ക്. അള്ളാഹു പറയുന്നത് മനസ്സിലാക്കാൻ തൗഫീഖ്. വെറുതെ വാരി വലിച്ചു പറയാനല്ല, ആ പറയുന്നതിൽ നമുക്കൊരു കാമ്പുണ്ടാവണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭൂലോകത്ത് നടക്കുന്ന ഒരു സംഭവ വികാസവും അവനെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്നില്ല. കാരണം അള്ളാഹു പറഞ്ഞ ജീവിതം ഇവിടുത്തെ ജീവിതമല്ല. ആണോ? അള്ളാഹു പറഞ്ഞ ജീവിതം ഏതാ? അള്ളാഹു പറഞ്ഞ ജീവിതം ഏതാ? ആ ജീവിതം ഇവിടുത്തെ അല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നല്ലോ, തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, തബാറകല്ലദീ ബിയദിഹിൽ മുൽകു, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലാഹു എന്നറിയോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെയും ജനനത്തെയും അവന് സൃഷ്ടിച്ചു തന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഏതെന്നറിയുമോ? ആരാണ് അള്ളാഹു എന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെയും അവന് ജീവിതത്തെയും സൃഷ്ടിച്ചു തന്നവനാണ്. അള്ളാഹു പറഞ്ഞത് മരണത്തെയും പിന്നെ ജീവിതത്തെയുമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഹയാത്ത് എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തെ ഇല്ല. പറയണമെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. തെറ്റാണ് സഹോദരങ്ങളെ. അള്ളാഹു ഈ ജീവിതത്തെ കുറിച്ച് അള്ളാഹു മിണ്ടിയിട്ടേ ഇല്ല, ഈ ജീവിതം പറഞ്ഞിട്ടേ ഇല്ല. ഖലഖൽ മൗത, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്. വൽ ഹയാത്ത, ഏത് ഹയാത്ത്? വൽ ഹയാത്ത, ജീവിതത്തെയും. ഏത് ജീവിതമാ? ഒന്ന് പറ മനുഷ്യന്മാർ, നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാർ? ഏത് ജീവിതമാണ്? മരണത്തിന് ശേഷമുള്ള ജീവിതം. അപ്പൊ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ മിണ്ടിയിട്ടേ ഇല്ല. കാരണം ഇതൊരു ജീവിതമല്ല. ഒമൽ ഹയാത്തു ദുനിയ ഇല്ല മത്താഉൽ ഖുറൂർ. ഇത് പെട്ടെന്ന് ഒന്ന് പൊട്ടിത്തിളച്ച് പിന്നെ താണു പോകുന്ന ഒന്നാണ് ജീവിതം. അതുകൊണ്ട് ഖുർആൻ അല്ലാഹു ജീവിതത്തിന്റെ രണ്ട് ഘട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞത് മരണവും വൽ ഹയാത്ത, മരണത്തിന് ശേഷമുള്ള ജീവിതവുമാണ്. അപ്പൊ പിന്നെ ഇത് വല്ല കളിയാണോ? പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം വിഷയം എന്താ? നമ്മൾ ഈ ദുനിയാവിൽ എന്ത് കിട്ടും?
അതുകൊണ്ട് നല്ല കുഴിമന്തി തോന്നി നമ്മൾ നടക്കുന്നു. പെണ്ണുങ്ങൾക്ക് ഈ ദുനിയാവില് നല്ല സൗന്ദര്യത്തിൽ ജീവിക്കണം. അതുകൊണ്ട് ഈ പ്രസവത്തോടു കൂടി വന്ന വയറ് കുറയാൻ കെട്ടിയാൽ കുറയുന്ന ബെൽറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പരസ്യം നോക്കി പെണ്ണുങ്ങൾ നടക്കുന്നു. രണ്ടുപേരെ സമത്തോളം ഈ ജീവിതത്തിന്റെ നിലനിൽപ്പാണ് പ്രശ്നം അല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു മരണവും ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ട ജീവിതം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈ മരണത്തെയും അതിനുശേഷമുള്ള ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചു തന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ലോകത്തെ ഏറ്റവും നല്ല നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചെന്നവനറിയാം. അങ്ങനെ അറിയണമെങ്കിൽ നാളെ പരലോകത്താണ് അറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു പോകട്ടെ. ഈ ദുനിയാവിലെ മാറ്റങ്ങളല്ല, ഇവിടുത്തെ ആശങ്കകളും വ്യത്യാസങ്ങളുമല്ല. നാളെ പരലോകത്ത് പടച്ചറപ്പിന് മുമ്പിൽ പോയി നിൽക്കുമ്പോ അല്ലാഹുവേ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഈ ഭൂമിയുടെ ജീവിതത്തിലെ സൽപാണ്ഡാവിലൂടെ നടന്നവരാരെന്നറിയാൻ. അതിനാണ് ഞാൻ മരണശേഷമുള്ള ജീവിതം നൽകിയത്. ആ മരണശേഷമുള്ള ജീവിതം ഏതെന്നറിയുമോ? ആ മരണശേഷമുള്ള ജീവിതം ഏകനായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്ന് ലോക ജനകോടതിയുടെ മുമ്പ് ഒരു മനുഷ്യനവന്റെ ജീവിതത്തിന്റെ കർമ്മ പദ്ധതികളെ വിചാരണം ചെയ്യപ്പെടുന്ന ദിവസം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ അവനവന്റെ ജീവിതത്തിന്റെ കർമ്മപദങ്ങളിലൂടെ നടന്നു വരുമ്പോ ഏതൊക്കെ നന്മകൾ ചെയ്തുവോ, ഏതൊക്കെ തിന്മകൾ ചെയ്തുവോ, ആ നന്മകളെയും തിന്മകളെയും അല്ലാഹു വിചാരണക്കെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ആ ദിവസമാണ് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. ലോക ജനകോടികൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. ഈ ഭൗതികമായ ലോകത്തിന്റെ 60-70 വർഷത്തെ ജീവിതത്തെ അല്ലാഹു വിചാരണ ചെയ്യുന്ന ദിവസം. ആ വിചാരണ ചെയ്യുന്ന ദിവസമാണ് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം. അന്നാണ് ഏകനായ റബ്ബിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കപ്പെടുന്നത്. അന്നാണ് അല്ലാഹു നമ്മളോട് വിചാരണ തുടങ്ങുന്നത്. ആ വിചാരണയെ കുറിച്ച് ഖുർആൻ അടിവരയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: വഉദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. വഉദിഅൽ കിതാബു, ഗ്രന്ഥം അവന്റെ കയ്യിൽ നൽകപ്പെടുന്ന ദിവസം. ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല. അവന്റെ കയ്യിൽ അല്ലാഹു അവനവന്റെ കർമ്മങ്ങൾ ഏറ്റുപറയുന്ന ദിവസം. വഉദിഅൽ കിതാബു, അവനവന്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകൾ അവന്റെ കയ്യിലേക്ക് അല്ലാഹു കൊടുക്കുന്ന ദിവസം. ഏത് കിതാബാണ്? ആരാണത് രേഖപ്പെടുത്തിയത്? ആ രേഖപ്പെടുത്തിയത് മറ്റാരുമല്ല, മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വനിശ്ശിമാലി ഖരീബ്. നിന്റെ ഇടത്തും വലത്തും ഇരിപ്പുറപ്പിച്ച ലത്തപ്പതിട്ടരായ 2 മലക്കുകൾ എഴുതി വെച്ചതിന്റെ കർമ്മകാണ്ഡങ്ങൾ ഉണ്ടല്ലോ. അല്ലാഹു നന്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇടത്തും വലത്തും 2 മലക്കുകൾ ഖഈദുൻ. അവരെ കുറിച്ച് പറഞ്ഞത് ഖാഇദുൻ എന്നല്ല, ഇരിക്കുന്നവരെന്നല്ല. കാരണം ഇരിക്കുന്ന ഒരാൾ കുറച്ചു കഴിയുമ്പോ എഴുന്നേക്കും. റക്കീബിനെ അത്തീദിനെയും കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവരിയ്ക്കുന്നവനാണെന്നല്ല, ഖഈദുൻ, അവരിൽ ലപ്തപ്രതിഷ്ഠ നേടിയവരാണ് എന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റാൻ കഴിയാത്ത ആളുകളാണവർ. കരുനാഗപ്പള്ളിയിൽ തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ സിനിമ കാണാൻ നേരത്ത് എന്നാ പിന്നെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് റക്കീബ് അത്തീദിനെ ഇറക്കി വെച്ചിട്ട് 2.5 മണിക്കൂർ കണ്ടിട്ട് ഇറങ്ങി വരാന്ന് പറഞ്ഞാൽ കഴിയൂല. ഖഈദുൻ, അവർ ഇളക്കി മാറ്റാൻ കഴിയാത്ത രീതിയിൽ ലപ്തപ്രതിഷ്ഠ നേടിയവരാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇങ്ങനെ നല്ല കഫക്കെട്ടാണ്. അതുകൊണ്ട് മുമ്പിരിക്കുന്ന ആളുകൾ ഒരു അപമര്യാദയായിട്ട് തോന്നരുത്.
അള്ളാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ചിന്തിക്കുകയും സഹോദരങ്ങളെ, അവരെഴുതി വെച്ചതാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ തരിക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തന്നെ പറയും, നീ തന്നെ ഒന്ന് വായിച്ചു നോക്കടാ. നമ്മുടെ കാര്യങ്ങളെ വിചാരണ ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെ. ആരാണ് വിചാരണ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. വായിക്കടാ നിന്റെ കിതാബ്, റഖീബും അതീദും എഴുതി വെച്ച വേദഗ്രന്ഥം, അത് വായിക്കേണ്ടവൻ നീ തന്നെയാണടാ. ജനകോടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവനവൻ ചെയ്ത കൃതാനത്വങ്ങള് പടച്ചറപ്പിന്റെ മുമ്പിൽ വായിക്കേണ്ട ദിവസം നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ വായിക്കുകയാണ്. ആ വായനയുടെ ദൃശ്യാവിഷ്കാരം ഖുർആൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട പാപങ്ങളും എല്ലാം കാണുമ്പോ ചമ്മാടികള് വേവലാതിയോടെ വിളിച്ചു ചോദിക്കുമത്രേ, മാലിഹാദൽ കിതാബ്, ഇതെന്തോരു കിതാബാണ് തമ്പുരാനെ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. ഒരു ചെറിയ കാര്യം പോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ റബ്ബേ. ഞാൻ വളരെ നിസ്സാരമായി വലിച്ചു കളഞ്ഞത്, ഞാൻ വളരെ നിസ്സാരമായി മാറ്റിവെച്ചത്, ആ പാപങ്ങൾ മുഴുവനും ഇതിന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റബ്ബേ. രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങിപ്പോയല്ലോ അല്ലാ എന്നല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് നിലവിളിക്കുമ്പോ ആ സമയത്താണ് ഖുർആൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്നിട്ട് നിലവിളിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളോട് പറയുമത്ര, മലക്കുകളെ ഖുദൂഹു ഫവല്ലു ഉമ്മൽ ബിഹി മസല്ലു. പിടിക്കവനെ, പിടിച്ച് കെട്ടവനെ, ആ തമ്മാടിയെ പിടിച്ചു നിർത്ത്, പിടിച്ച് കെട്ടവനെ, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയാൻ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ ആ കടന്ന് നിലവിളിക്കുന്ന തമ്മാടികളെ, ആരാണ് തമ്മാടികൾ, അവരെ എങ്ങനെയാണ് നരകത്തിലോട്ട് വലിച്ചെറിയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്, യറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ അല്ലാഹുവേ പിടിക്കപ്പെട്ടല്ലോ, എന്റെ സാമർത്ഥ്യം നഷ്ടപ്പെട്ടല്ലോ, ഇനി രക്ഷപ്പെടാൻ പടുതുകളില്ലല്ലോ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒളിച്ചും തെളിഞ്ഞും ഞാൻ ചെയ്തതെല്ലാം രേഖപ്പെടുത്തല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ ആ നിലവിളിക്കുന്ന തമ്മാടികളുടെ അവരുടെ കാലിലും അവരുടെ കഴുത്തിലും പിടിച്ചിട്ട് കിണ്ടൽ ചാക്ക് തൊഴിലാളികൾ വലിച്ചെറിയുന്നത് പോലെ അവരെ അല്ലാഹു നരകത്തിലോട്ട് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഭയാനകരമായ ജീവിതം. അവരെ നാളെ നരകത്തിലോട്ട് വലിച്ചെറിയുമെന്ന് എത്രയോ നാളുകൊണ്ട് നമ്മുടെ നരകത്തെ കുറിച്ച് കേൾക്കുന്നതാ. എന്താ നരകമെന്തെന്നറിയോ? ഞാൻ എന്റെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തോട്ട് കടന്നു തല്ലിട്ട് എന്താ നരകമെന്നറിയോ? നരകമെന്ന് പറഞ്ഞാൽ സത്യനിഷേധികളായ ജനങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹു നേരത്തെ തന്നെ പണിത് തയ്യാറാക്കി വെച്ച അഗാധമായ പാമ്പുകളും തേളുകളുമുള്ള സർപ്പങ്ങളുള്ള തീനാളങ്ങൾ ആഞ്ഞു വീശുന്ന, ആരുടെ ഈ ശരീരത്തെ കത്തിക്കരിച്ച് ചാമ്പലാക്കി മാറ്റുന്ന അല്ലാഹു നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഒരു കുണ്ടല്ല, ഒരു കുടിയല്ല, ഒരഗാധമായ ഗർത്തമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ആ നരകം ജീവനുള്ളതാണ്. ജീവനുണ്ട് നരകത്തിന് സഹോദരങ്ങള്. പരിമിതമായ സമയത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഇടയില്
പരമപ്രധാനമായ വിഷയത്തെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. റമളാൻ വരികയാണല്ലോ, പുണ്യങ്ങളുടെ പൂക്കാലമായി. അങ്ങകലെ നിന്ന് കടന്നു വന്ന ലോകത്തിന്റെ സുഹൃതങ്ങളുടെ ഏറ്റവും വലിയ പൂക്കാലമായി പെയ്തിറങ്ങിയ റമളാൻ, അല്ലാഹുവിന്റെ റസൂല് കാറ്റുപോലെ അടിച്ചു വീശിയ റമളാൻ. എന്തായിരുന്നു റമളാൻ? ഇത്തുക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന റമളാൻ. ഇതിനുവേണ്ടി വിശ്വാസിയെ തയ്യാറെടുപ്പിക്കുന്ന റമളാൻ. റമളാൻ എത്തിയാൽ എന്റെ പ്രിയപ്പെട്ട പ്രവാചകന് റമളാൻ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ നമുക്കൊന്ന് മാനസാന്തരപ്പെടാം, നമ്മുടെ മനസ്സിനെ നമുക്ക് സ്ഫുടം ചെയ്യാം. റമളാനായാലും മറ്റുള്ള മാസം പോലെയല്ല, റമളാനിന് മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണല്ലോ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പ്രഫുല്ലമായി പ്രതലത്തിലൂടെ പാഞ്ഞെടുക്കുന്ന മന്ദമാരുതൻ ലോകത്തിന്റെ നാനാഭാഗത്ത് കിടന്നു നിൽക്കുന്നത് പോലെ എന്റെ ഭർത്താവ് റമളാനിൽ ഒരു മന്ദമാരുതനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് ബി റമളാന മിനർ-റീഹിൽ മുർസലാ, അടിച്ചു വീശുന്ന മന്ദമാരുതനേക്കാൾ എത്ര വലിയ ഉപമയാണ് മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടേത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് അടിച്ചു വീശുമ്പോ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങി സർവമാന പ്രതലങ്ങളിലൂടെ പ്രഫുല്ലമായി പരന്നൊടുകുന്ന ഒരു കാറ്റടിച്ചു തുടങ്ങുന്നിടത്ത് നിലനിൽക്കുകയില്ലല്ലോ. ഈ ലോകത്തെ മുഴുവനും ചൂന്നെടുത്തുകൊണ്ട് പാഞ്ഞു പോകുന്ന ഒരു മന്ദമാരുതനെ പോലെ റമളാനായാൽ എന്റെ ഭർത്താവ് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ റമളാനിൽ സദഖ ചെയ്തിരുന്നു എന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. റമളാൻ മാറ്റത്തിന്റെ മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാന റമളാനിൽ നമ്മൾ പറയുന്നതെന്താ? മഞ്ഞമായി മനസ്സിന്റെ മലിനങ്ങളെ മുഴുവനും വിമലീകരിക്കപ്പെട്ട് പടച്ച റബ്ബിലേക്ക് അടുക്കുവാനും ധ്യാന നിമഗ്നമായ രാത്രികളെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കുവാനും റമളാൻ തയ്യാറെടുക്കുമ്പോ റമളാനിൽ പ്രത്യേകം പറയുന്ന ദിക്റാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നിന്റെ പരമപ്രധാനമായ ഏകത്വത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു റബ്ബേ. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകമോചനം നൽകണേ അല്ലാഹ്. റമളാനിലെ പടച്ചറപ്പിനോട് പാതിരാത്രിയിലും പകലിലും നാം ഇങ്ങനെ പടച്ചവനോട് ഇരക്കുമ്പോ അറിയണം എന്താണ് നരകമെന്നറിയുമോ? പറഞ്ഞാൽ നേരത്തെ നീട്ടിവെച്ചിരിക്കുന്ന ഒരു ഗർത്തമല്ല, നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ട ഒരു കുണ്ടല്ല. അള്ളാന്റെ പ്രവാചകനും ഖുർആനും പറഞ്ഞത് നരകം ജീവനുള്ള ഒരു വസ്തുവാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറഞ്ഞനായി അനസ് റളിയല്ലാഹു തആല പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, തഖറുജു മിനന്നാരി ഉനുഖുനി യൗമൽ ഖിയാമ. നാളെ നരകത്തിൽ നിന്നൊരു തല ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവരുമത്രേ. ആ നരകത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു തല, ബഹൂദിനാനി തസ്മആനി, അതിന് കേൾവി ശക്തിയുള്ള രണ്ട് ചെവികളുണ്ട്. വലഹു ഐനാനി തുബ്സിറാനി, അതിനെ കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുകളുണ്ട്. വലിസാനുനി യൻദിഖു ബിഹി, സംസാരിക്കാൻ കഴിവുള്ള ഒരു നാവുമുണ്ടതിന്. നരകത്തിൽ നിന്ന് വരുന്നതിനെല്ലാം കണ്ണുണ്ടത്രേ, അതിന് കാതുണ്ടത്രേ, അതിന് ചെവിയുണ്ടത്രേ, അതിന് നാവുകളുണ്ടത്രേ. ആ നടന്നു വരുന്ന എഴുന്നേറ്റ് വരുന്ന ആ വലിയ ഒരു തല വിളിച്ചു ചോദിക്കുമത്രേ, അയ്നൽ ജബ്ബാറുൽ മുതകബ്ബിറൂ, ഏകാധിപതികളായ സേനാധിപതികൾ എവിടെ? നാളെ നരകത്തിൽ എഴുന്നേറ്റ് വരുന്നവൻ ആദ്യം ചോദിക്കുന്നത്, 3 പേരെ തേടിയിട്ടാണ് ഞാൻ വന്നത്. എവിടെ സ്വേച്ഛാധിപതികളായ അഹങ്കാരികൾ എവിടെ? ഇറാഖിന്റെ മണ്ണിൽ കൊന്നെടുക്കുന്നവർ, ചെച്ചിനയിലെ തകർത്തെറിയുന്നവർ, ബർമയിലെ പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിമീങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധത്തിൽ കൈയടിച്ച് തുമ്മാതെ നൃത്തം വിട്ടുന്നവര്, ഏകാധിപതികളെ, ലോകം നിങ്ങൾക്ക് മാപ്പ് തരില്ല. സാമ്രാജ്യത്തിന്റെ മുകളിൽ നിങ്ങൾ രാജാക്കന്മാരായിരിക്കാം, ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഏകാധിപതികളായിരിക്കാം, അധികാരത്തിന്റെ മുമ്പിൽ നിങ്ങൾ സർവാധിപതികളായിരിക്കാം. പക്ഷേ എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിങ്ങൾ പ്രതികളാണ്. നിങ്ങൾ ആ പ്രതിക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. നാളെ നരകത്തിന്റെ തീനാളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ തലയുടെ ആദ്യത്തെ ചോദ്യം, അയ്നൽ ജബ്ബാറുൽ മുതകബ്ബിറൂ,
എവിടെ പാവപ്പെട്ടവന്റെ തേങ്ങലുകളെ അടിച്ചുടുക്കിയിട്ട് പാവപ്പെട്ടവന്റെ ശിരസറ്റ സിംഹാസനം പണിതവരെവിടെ? പാവപ്പെട്ടവന്റെ മുഖവേഗത്തിന്റെ മുമ്പിൽ അധികാരത്തിന്റെ പൊയ്ക്കാലുകൾ എഴുന്നേൽപ്പിച്ചു വെച്ചവരെവിടെ? അതുകൊണ്ട് സ്വേച്ഛാധിപതികളോട് കാലം മാപ്പ് തരില്ല. അതുകൊണ്ട് കൊടിനീര ഫൈസല് റിയാസ് മുസ്ലിയാരോട്, കൊടിനീര ഫൈസലിനോട് നിങ്ങളുടെ രക്തത്തിനാരും വില കൽപ്പിച്ചിട്ടില്ലെന്ന് ഇല്ല സഹോദരങ്ങളെ, ഇല്ല. ആ രക്തത്തിന് വില കൽപ്പിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം ഏതെന്നറിയുമോ? പടച്ചറപ്പിന്റെ മുമ്പിൽ ഏകാധിപതികൾ നിൽക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ ഇവിടെ പടിവുകൾ ഉണ്ടായേക്കാം. പക്ഷേ പടിവുകളില്ലാത്ത, സ്വാധീനത്തിന് വഴങ്ങാത്ത, പ്രതികളെ വിലക്കെടുക്കാൻ കഴിയാത്ത ഒരു പരമോന്നതിയുടെ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമേ. അന്ന് രഹസ്യം പരസ്യമാകുമേ. അന്ന് പ്രയോഗങ്ങൾ വലിച്ചെറിയപ്പെടും. അന്ന് രാത്രിയിൽ ചെയ്തൊരു പകൽ വെളിച്ചം പോലെ വെളിവാക്കപ്പെടും. എല്ലാവരുടെയും പൊയ്മുഖങ്ങൾ വലിച്ചെറിയപ്പെടുന്ന ദിവസം. അന്ന് നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, കാണാൻ കണ്ണുകളുള്ള, കേൾക്കാൻ ചെവികളുള്ള, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ജീവനുള്ളതാണ് നരകമത്രേ. രണ്ടാമത്തെ തെളിവ് പറഞ്ഞു തരാം. രണ്ടാമത്തെ തെളിവ് ഏതെന്നറിയുമോ? ആ തെളിവ് മറ്റൊന്നുമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നരകത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ അല്ലാഹുവിനോട് ആവലാതി പറയുമത്രേ. കേൾക്കണേ പെങ്ങളെ, നരകത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ആവലാതി പറയുമത്രേ. ഒരു ഭാഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, എന്റെ നേരെ എതിർഭാഗത്തുള്ള നരകത്തിൽ നിന്ന് അടിക്കുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. നരകം അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ, എന്റെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. മറുഭാഗത്തു നിന്നുള്ള ചൂട് എന്റെ ഈ ഭാഗത്തടിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. ചിന്തിക്കുന്ന പ്രകാരാ, നരകത്തിന്റെ ചൂടിനെ നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഖുർആൻ ചോദിച്ചത് പ്രസക്തമല്ലേ? ഈ നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കാത്തതെന്താ? നിങ്ങൾ എങ്ങനെയാണ് നരകത്തെ സഹിക്കുക? ഖുർആൻ ചോദിച്ച ചോദ്യമാണ്. ഈ നരകത്തിന്റെ ചൂടിനെ സഹിക്കാൻ നരകത്തിന് തന്നെ കഴിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ഈയാപ്പാറ്റയെ പോലെ നിൽക്കുന്ന മാനവാ കത്തിച്ചിട്ട തീപ്പെട്ടിക്കള്ളിയിൽ കാല് ചവിട്ടുമ്പോ ആന്ന് പറഞ്ഞ് തിരിച്ചു വലിക്കുന്നവരെ, കാലാകാലം കത്തിക്കപ്പെട്ട നരകത്തിന്റെ തീയെ എങ്ങനെയാണ് നീ ക്ഷമിക്കുക? എങ്ങനെയാണ് നരകത്തെ ക്ഷമിക്കാൻ നിനക്ക് കഴിവുണ്ടാവുക? അതുകൊണ്ടാണ് മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാർ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞിട്ട് പാടിയതല്ലാഹുവേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാല നാരിൽ ജഹീമി. പടച്ചവനെ, സ്വർഗം മേടിക്കാൻ എനിക്ക് അർഹതയില്ല, സ്വർഗത്തിന് അർഹതയില്ല എങ്കിലും നിന്നെ നരകത്തെ സഹിക്കാനുള്ള ശക്തിയും എനിക്കില്ല റബ്ബേ. പടച്ചവനെ, ഞാൻ പാപിയാണ്, ഞാനാണ് യഥാർത്ഥ ദരിദ്രവാസി. കാരണം സ്വർഗം വാങ്ങിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്റെ കയ്യിൽ സ്വർഗത്തിന് പറ്റിയ അമലില്ല റബ്ബേ. നിന്റെ സ്വർഗത്തിന് പകരം വെക്കാൻ കഴിയുന്ന പാതയം എന്റെ കയ്യിലില്ല അല്ലാഹുവേ. എന്റെ പോക്കറ്റ് കാലിയാണ്. എന്റെ പോക്കറ്റിലൊന്നുമില്ല, എന്റെ പോക്കറ്റ് കാലിയാണ്. നിന്റെ സ്വർഗത്തിന് പകരം വെക്കാൻ ഒരു അമൽ എന്റെ കയ്യിലില്ല റബ്ബേ. എന്നാലോ നിന്നെ നരകത്തെ ക്ഷമിക്കാനുള്ള ശക്തിയും ഈ വിനീതനില്ല അല്ലാഹ്. നമ്മളെ നരകത്തിൽ നിന്ന് കാക്കട്ടെ.
എന്നിട്ട് ആമീൻ പറയാൻ നമുക്ക് വയ്യ. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കട്ടെ. ഇതൊക്കെ കേട്ടാലും നമ്മൾ ദുആ ചെയ്യാൻ വലിയ മിടുക്കന്മാരാ. രാത്രി മുഴുവനും ദുആ, പടച്ചോനെ ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ, ദാരിദ്ര്യം വരുത്തല്ലേ അല്ലാഹു. ഇതാണ് രാത്രിയിലത്തെ ദുആ. പകല് മുഴുവനും റേഷൻ കാർഡ് BPL ആക്കാനുള്ള ഓട്ടവും. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവുക? രാത്രിയിലെ ദുആ ദാരിദ്ര്യം വരുത്തല്ലേ, പകലിലെ ഓട്ടം റേഷൻ കാർഡ് ദാരിദ്ര്യക്ക് താഴെയാക്കാൻ. BPL എന്ന് പറഞ്ഞാൽ BPL കാരാണ്, നീ പരമദരിദ്രനാണെന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവുക? അള്ളാഹു നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകട്ടെ. നരകത്തിന് പോലും സഹിക്കാൻ കഴിയാത്തതാണ് നരകത്തിന്റെ ചൂട്. അങ്ങനെ നരകം അല്ലാഹുവിനോട് ആവരാതി പറഞ്ഞപ്പോ അല്ലാഹു നരകത്തിന് അനുമതി കൊടുത്തു. പത്ര നരകമേ, നിന്റെ ഈ ചൂട് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വല്ലപ്പോഴും ഒരു പ്രാവശ്യം നിന്റെ ഈ ചൂടിന് നീ ഒന്ന് വെളിയിലേക്ക് നിശ്വസിച്ച് കളഞ്ഞോ നരകമേ. നിന്റെ ചൂട് നിനക്കുള്ളിൽ തട്ടി നിൽക്കുമ്പോ, നമ്മൾ പറയല്ലോ റൂമിൽ വല്ലാതെ കാറ്റിങ്ങനെ തട്ടുന്ന ചൂടാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജനൽ തുറക്കും. അപ്പൊ ആ ചൂട് കാറ്റ് വെളിയിലേക്ക് ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകും. ചൂട് മുഴുവനായിട്ട് അങ്ങ് പോവില്ല. വല്ലാതെ ചൂട് കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ പറയും, ഓ എന്തോ ഒരു ചൂട്, ആ ജനലൊന്ന് തുറക്കി. അപ്പൊ ജനല് തുറക്കും, അപ്പൊ ഒരല്പം ആശ്വാസം ഉണ്ടാവും. അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ അതറിയണമെങ്കിൽ ഗൂഗിളിൽ നോക്കണം. ഇന്ന് സഹകരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നരകത്തോട് പറഞ്ഞു, നരകമേ, നിനക്ക് വല്ലാതെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂട് നിന്നെ അസ്വസ്ഥതപ്പെടുത്തുമ്പോ നീ ഒന്ന് വല്ലപ്പോഴും ഒന്ന് നിശ്വസിച്ചോ നരകമേ. അങ്ങനെ സഹിക്കാൻ വയ്യാത്ത ചൂട് കെട്ടിക്കിടക്കുമ്പോ നരകമെന്ന് ശ്വാസം വിടുന്നതാണ് ഇന്ന് നിങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്ന വേനൽക്കാലത്തിന്റെ ചൂടെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചിന്തിക്കും സഹോദരങ്ങളെ, ഇതാണ് നരകമെന്ന് പറഞ്ഞാൽ. ഇതാണ് സഹിക്കാൻ കഴിയാത്ത സമയത്ത് നരകമെന്ന് വിശ്വസിക്കുന്നതാണ് ഈ ഭൂമിയെ തകർത്തെറിയുന്ന ചൂട്, ഈ ഭൂമിയിലെ കേരളത്തെ നശിപ്പിച്ചു കളഞ്ഞ ചൂട്, കടം തല്ലിയാ തുടങ്ങിയുന്ന ഭാരതപ്പുഴയെയും ചാലിയാറിനെയും വരണ്ടതാക്കി മാറ്റി. ഇനി ഒരു 33 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ ഒരു പുഴ പോലും ഉണ്ടാകില്ലെന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ കേരളത്തിന്റെ നദികളെ പോലും വറ്റി വരട്ടിക്കളയുന്ന ഈ ചൂട് നരകമെന്ന് വിശ്വസിക്കുന്നതിനാണെന്ന് ഈ ലോകത്തിന്റെ മുത്ത്, ആദർശത്തിന്റെ സ്വത്ത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകമെന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. കാരണം നരകം തന്നെ പരസ്പരം സംസാരിക്കാറുണ്ട്. ഇനി നരകത്തിന് ജീവനുണ്ടെന്നുള്ളതിന് മൂന്നാമത്തെ തെളിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചാൽ അതെന്റെ പ്രഭാഷണത്തിന്റെ ഒരു സ്വതസിദ്ധമായ ശൈലി എന്നതിനപ്പുറം പറഞ്ഞു തരാൻ മാത്രത്തിലും മിടുക്കുള്ളവനല്ല ഞാൻ. അത്രയും വലിയൊരു പണ്ഡിതനൊന്നുമല്ല ഞാൻ. ബഹുമാനനായ ഖമറുദ്ദീൻ ഉസ്താദിനെ പോലെ 2 പതിറ്റാണ്ട് കാലങ്ങളായി മുത്താറയുടെ തബഖറിലൂടെ നടന്ന് എന്റെ പുറകിലിരിക്കുന്ന എന്നേക്കാൾ പ്രതിപാദനന്മാരായ നൂറുകണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത അദ്ദേഹത്തെ പോലെയുള്ള പ്രഗത്ഭരായ മുത്താറയുടെ തബഖറുള്ള പണ്ഡിതന്മാരുടെ മുമ്പ് പാണ്ഡിത്യം വിളമ്പാൻ വേണ്ടി മാത്രം ഞാനത്ര പാണ്ഡിത്യമുള്ളവനല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ ഞാൻ ആരാവ ചുതിലേബി അഫ്രിക്ക ഹാനൽ ഫകീറോ. അള്ളാഹു നൽകിയൊരു അനുഗ്രഹം കൊണ്ട്, ബഹുമാനരായ ഉസ്താദന്മാരുടെ പൊരുത്തം കൊണ്ട് അവന്റെ ദീനിനെ പറയാൻ കഴിയുന്നൊരു ഫക്കീർ എന്നതിനപ്പുറം ഖുർആനിന്റെ ദർശനം വിടത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുമ്പ് ഒന്നും അറിയാതെ നിൽക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ ഖുർആന്റെ വെളിച്ചത്തിന്റെ ദീപശിഖ തലമുറകൾക്ക് കൊടുക്കാൻ അനേകായിരം പൂർവസൂരികൾ ചെയ്ത പരിശ്രമത്തിന്റെ കണ്ണികളിൽ ഒരു കണ്ണിയായി ചേരാനുള്ള നിയോഗം എന്നതിനപ്പുറം ഈ നിയോഗത്തിനൊരർത്ഥമില്ല.
സഹോദരങ്ങളെ, ഖുർആൻ സൂറത്തുൽ കാഫ് നോക്കുക. അല്ലാഹു പറയുകയാണ് നാളെ പരലോകത്ത് തമ്മാടികളെ അവരുടെ കഴുത്തിലും അവരുടെ കാലിലും പിടിച്ചിട്ട് നരകത്തിലോട്ട് വലിച്ചെറിയുകയാണ് മലായിക്കത്തുകൾ. നാദൽ ജലീലു ഖുദൂ യാ മലായികത്തു ഇൻദു ബിഅബ്ദിൻ നസാ ലിന്നാരി അത്ശാനാ. നരകം എന്തിനേയും സ്വീകരിക്കാൻ വാ പൊളിച്ചു നിൽക്കുമ്പോ ലോറിയിലേക്ക് കിണ്ടൽ ചാക്കെടുത്തെറിയുന്നത് പോലെ പിടലിയിലും കാലിലും പിടിച്ചിട്ടാണ് തമ്മാടികളെ നരകത്തിലേക്ക് എറിയുക. ഇതൊക്കെ ഖുർആനാണ്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽഅഖദാർ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. എങ്ങനെയാ നരകത്തിലോട്ട് എറിയ? ഒന്ന് കാലില് ഈ CITU തൊഴിലാളികളൊക്കെ ഇങ്ങനെ ഒരു കൊളുത്തിട്ടുണ്ട്, ചാക്കിങ്ങനെ CITUവിന്റെ ചുമട്ടൊഴിലാളികൾ ഒരു കൊളുത്തുണ്ടല്ലോ, ഒരു കൊളുത്ത്, അതൊന്നുമേ പിടിക്കുക, മറ്റൊന്നിന് ആട്ടിയൊരേറിയുക. ഇതേപോലെ കഴുത്തിന് പിടിച്ച് കാലിനും പിടിച്ച് ആട്ടി നരകത്തിലേക്ക് എറിയുമ്പോ അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ പെടുത്തട്ടെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പെടുത്തട്ടെ. ഏതായാലും 4,90,00,000 ആളുകൾ ഒരു ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും, ഉറപ്പാണ്. 4,90,00,000 ആളുകൾ ഒരു ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിസാബില്ലാതെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ 7 വരിയിലായി 70,000-ഓളം ആളുകൾ നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ അപ്പൊ 7-49 അവരൊക്കെ നേരെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാണ്. അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. പോയാലൊരു ആമീനല്ലേ, കിട്ടിയാലോ ഹിസാബില്ലാതെ സ്വർഗത്തിലല്ലേ. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. മറുഭാഗത്ത് കാണുന്ന കാഴ്ച പെരടിയിലും കാലിലും പിടിച്ചിട്ട് ഇങ്ങനെ എറിയാണ്. അങ്ങനെയാ എറിയുന്ന സമയത്ത് അങ്ങനെ അവരെ എറിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ കാലിലും പെരടിയിലും പിടിച്ചിട്ടവരെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ ഓരോരുത്തരായി അട്ടിയായി ഒന്നിന്റെ മുകളിലേക്കൊന്നായി ലോക ജനകോടികളുടെ ആദം നബി മുതൽ അവസാനത്ത് വരെ വന്ന ആളുകളിൽ നിന്ന് നരകവാസികളെ ഓരോന്നോരോന്നായി വലിച്ചെറിയുമ്പോ അല്ലാഹു മലക്കുകൾ ചോദിക്കുമത്ര, നരകത്തോട് ചോദിക്കുമത്ര, നരകമേ യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലതി വതഖൂലു ഹൽ മിൻ മസീദ്. ഏ നരകമേ, ഹലിം തലതി, നിന്റെ വയറ് നിറഞ്ഞോ നരകമേ? ഓരോരുത്തരെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുമ്പോ മലക്കുകളെ ചോദിക്കുമത്ര, നരകമേ ഹലിം തലതി, നിന്റെ വയറ് നിറഞ്ഞോ നരകമേ? ആ സമയത്ത് നരകം പറയുന്നതില്ല, വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടെങ്കിൽ എന്റെ ആമാശയത്തിലേക്ക് ഇട്ടുകൊള്ളൂ. ഏറ്റവും വലിയ വിശപ്പടങ്ങാത്ത ആമാശ നരകത്തിൻ്റെടാ. വിശപ്പടങ്ങാത്ത നരകമെന്ന വിഷയത്തോട് നീതി പുലർത്തി പറയട്ടെ, നരകത്തിന് വിശപ്പടങ്ങൂല. ആരുടെയൊക്കെ ശരീരം അതിൽ കിടന്ന് കത്തിക്കരിഞ്ഞ് ചാമ്പലായാലും നരകത്തിന് മറുപടി അല്ലാഹുവേ ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടെങ്കിൽ ഇട്ടോ അല്ലാ. ആമാശയം വിശപ്പടങ്ങാത്ത ആമാശയുമായിട്ട് നരകം നിൽക്കുമ്പോ അതിലോട്ട് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യരായി നമ്മളാരും മാറല്ല സഹോദരങ്ങള്. അല്ലാഹു നമ്മളെ സ്വർഗാവകാശങ്ങളിൽ പെടുത്തട്ടെ. നരകം ഇത്ര ഭീതിതമായൊരു ഓർമ്മയാണ്, നരകം ഭീതിതമായൊരു വിവരണമാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ 7 നരകത്തെ കുറിച്ചാണ് പരിചയപ്പെടുത്തുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് നരകം 7 ഭാഗമാണ്. ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർക്ക് റിസർവറാണ്.
നരകം ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നത്. ഞാനൊരു ലഘു വിവരണം പറയാം. അള്ളാഹു നമുക്കതിൽ നിന്ന് ബോധ്യം നൽകട്ടെ. അള്ളാഹു നമുക്കതിൽ നിന്ന് ബോധം നൽകട്ടെ. അള്ളാഹു നമുക്കതിൽ നിന്ന് ബോധം നൽകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 7 ഭാഗങ്ങളാണ്. ആ 7 ഭാഗം ഏതൊക്കെയാണ്? അവിടെ പോകുന്നവരാരൊക്കെയാണ്? ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നരകത്തിന്റെ ഒരു ഭാഗമാണ് ജഹന്നം. ഇതിങ്ങനെ തിരിക്കാൻ കാരണം നരകത്തിന്റെ ഓരോ ഭാഗത്ത് ഓരോ ശിക്ഷകളാണ്. എല്ലാ നരകം തന്നെ, എന്നാലും എല്ലാവരും ഒന്നിച്ച് നരകത്തിലാണ്. എന്നാൽ ഓരോ ഭാഗമായി തിരിക്കുന്നിടത്ത് ഓരോ ഭാഗത്തെ ശിക്ഷയ്ക്കും അതിൽ കിടക്കുന്നവരുടെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായില്ല? മൊത്തത്തിൽ ഇതെന്താ? നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യാറില്ലേ? ഫ്ലൈറ്റിൽ നമ്മളിപ്പോൾ ഏത് ടിക്കറ്റിൽ കയറിയാലും എല്ലാവരും ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ്. പക്ഷേ തട്ട് 3 ഒന്ന് അദ്ദറജത്തുൽ ഊല, ഫസ്റ്റ് ക്ലാസ്, നീണ്ടു നിവർന്ന് കിടക്കാം, കുളിക്കാം, കുടിക്കാം. രണ്ടാമത്തെ കാറ്റഗറി അദ്ദറജത്തുൽ അഅ്മാൽ, ബിസിനസ് ക്ലാസ്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റൂല, എന്നാലും ഒരു ഹാഫ് സെമി ആയിട്ട് കിടക്കാം. ഭക്ഷണത്തിന് ലിമിറ്റ് ഇല്ല, ചോദിക്കണൊക്കെ തരും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. ഫസ്റ്റ് ക്ലാസ്സില് വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കണ്ട, അവിടെ ഒരുക്കിയിട്ടുണ്ട്. ബാറൊക്കെ അങ്ങനെ തന്നെ നിരത്തി വെച്ചിരിക്കുക. ബിസിനസ് ക്ലാസിന്റെ പ്രത്യേകത ആഗ്രഹിക്കുന്നതൊക്കെ നിരത്തി വെച്ചിട്ടില്ല, വലക്കും മാ തദ്ദവും ചോദിക്കുന്നതൊക്കെ ഉണ്ട്. ചോദിച്ചൊക്കെ തരും. ഇനി അതിന്റെ പുറകില് അദ്ദറജത്തുൽ ആദി, എക്കോണമി ക്ലാസ് എന്ന് പറഞ്ഞാൽ സീറ്റ് അത്ര സുഖം ഉണ്ടാവില്ല. എയർ ഇന്ത്യക്ക് ആണെങ്കിൽ പഴയ ബാർബർ ഷോപ്പിലുള്ള മരക്കസേര മാതിരി ഇരുന്ന മാതിരി അങ്ങനെയല്ലേ ഇരിക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നടു നിവരണമെങ്കിൽ കളരി മർമാണി ആശം ഒന്നും തടവിത്തരണം. അങ്ങനെ ഒരു സാധാ സീതാ പഴയ ബാർബർ ഷോപ്പിലെ കസേര മാതിരി നേരെ ഇരിക്കുക. എന്നാൽ ഇവരെല്ലാവരും എവിടെയാണ്? ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ്. പിന്നെ അനുഭവിക്കുന്നതിന് അനുഭവങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടെന്ന് മാത്രം. നരകവും അങ്ങനെയാണ്, അല്ലാതെ 7 നരകമല്ല. ഈ ഫാനൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം, എന്റെ വായിലടിക്കും. ഒന്നാമനെ കഫക്കെട്ടും പ്രശ്നമാണ്. എല്ലാവരും ഇരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ നിരാശപ്പെടുത്തില്ല നിങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും നരകത്തിന്റെ ഉള്ളിലാണ്. വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തീർക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നരകത്തിന്റെ ഒന്നാമത്തെ ഭാഗം ജഹന്നമാണ്. ഒന്നാമത്തെ ഭാഗം ജഹന്നമാണ്. എന്താണ് ഒന്നാമത്തെ ഭാഗത്തെ ജഹന്നമിന്റെ പ്രത്യേകത? എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത കുൽ നാറു ജഹന്നമ അസദ്ദു ഹറാ, നരകത്തിലെ ഏറ്റവും തീക്ക് ചൂട് കൂടിയ ഭാഗമാണ് ജഹന്നം എന്ന നരകം. എല്ലാ നരകത്തിനും ചൂടുണ്ടെങ്കിലും ആ നരകത്തിന്റെ ചൂടുകള് ഏറ്റവും ശക്തമായ ചൂട് വമിക്കുന്ന ചൂടുകളിൽ ഏറ്റവും ചൂടനുഭവിക്കുന്ന ഭാഗമാണ് ജഹന്നം എന്ന നരകം. അല്ലാഹു പറയുകയാ ഏറ്റവും ചൂടുള്ള ജഹന്നം എന്ന ഭാഗത്തേക്ക് പോകുന്നവരാരാ? ഇന്നൽ കാഫിരീന വൽ മുനാഫിഖീന ഫീ ജഹന്നമ ജമീആ. അല്ലാഹു സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും ഒരേപോലെ ഇടുന്ന സ്ഥലമാണ് ജഹന്നം എന്ന നരകം. അവിടെയാണ് ഏറ്റവും ചൂടുള്ളത്. ആ ചൂടിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും സങ്കേതമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി, നരകത്തിന്റെ രണ്ടാമത്തെ ഭാഗമേതാ? ആ ഭാഗമാണ് സഈർ എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഇവിടെ നിങ്ങളുടെ ഒരു ധാരണയെ തിരുത്തി തരട്ടോ. നമ്മൾ ചിന്തിക്കാറുണ്ട് കൊള്ളിച്ചവന് മാത്രമാണ് നരകമുള്ളത്, പലിശ മേടിച്ചവന് മാത്രമല്ല നരകമുള്ളത്, ചൂത് കളിച്ചവന് മാത്രമല്ല നരകമുള്ളത്, വ്യഭിചരിച്ചവന് മാത്രമല്ല നരകമുള്ളത്. നരകത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ പേര് സഈർ എന്നാണ്. ആ സഈർ എന്ന നരകത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നവരാരാ? ആ ഭാഗം ആർക്ക് വേണ്ടിയാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്? ഖുർആൻ പറയുന്നുണ്ട് സഈർ എന്ന് പറയുന്ന നരകത്തിൽ പോകുന്നതാരാ? ആരാ പോവാ? നിങ്ങൾ അറിയാവുന്നവരൊന്ന് പറയും.
നമ്മുടെ ഒരു ധാരണ, ആ പടച്ചോനെ ഞാൻ നല്ലവനാണ്, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞാൻ പലിശ ഒന്നും മേടിക്കണില്ല, ഞാൻ അത്യാവശ്യം നല്ല ആളാണ്, നമ്മളൊക്കെ നല്ല ആളുകളാണ്, ഞാൻ പോകില്ല നരകത്തിൽ എന്ന് ധരിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോ ഉംറ കഴിഞ്ഞ് വരുവാണ്, നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ബസ്സിലോട്ട്, ഈ ഫ്ലൈറ്റിലോട്ട് കയറാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ബാക്കി ഉസ്താദല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ ഭാര്യ മക്കളൊക്കെയാണ്. ഉസ്താദെ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പന്തികേട് തോന്നി. ഉസ്താദെ വലിയ കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെയാണ്, ഉസ്താദ് എനിക്ക് വേണ്ടി കാര്യമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. ഗൾഫിൽ വന്നിട്ട് ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. ഞാൻ മനുഷ്യ നമുക്ക് ദുആ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി. സാധനം എടുക്കാൻ വേണ്ടി ബെൽറ്റിന് എടുക്ക വന്നപ്പോ എൻ്റെ മോള് 4 വയസ്സേ ഉള്ളൂ. അവക്ക് ഡ്യൂട്ടി ഫ്രീയിലും മിഠായി ഇരിക്കാനാണ്. അപ്പൊ മിഠായി വേണം, കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, കരയിക്കണ്ട കുഞ്ഞിനെ, വെറുതെ ഉറക്കൊളച്ച് വന്നല്ലേ, ഞാൻ മിഠായി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ നേരെ ഡ്യൂട്ടി ഫ്രീയിൽ പോയി മിഠായി എടുത്തു. ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് പണ്ടാരടങ്ങാൻ ഈ പാസ്പോർട്ടിന്റെ കോപ്പി, പാസ്പോർട്ട് കൊടുത്താൽ അതിലെ ബില്ല് ചെയ്യും ഡ്യൂട്ടി ഫ്രീയിൽ. അങ്ങനെ ഞാൻ പോയി പിന്നെ ബാഗിൽ പോയി പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരൻ ഒരു കവറും കൈ പിടിച്ചിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ എൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി ഫ്രീയിൽ പോയി പൈസ അടച്ചു, ഈ പാസ്പോർട്ട് കൊടുത്തു. ആ പാസ്പോർട്ടിന്റെ കോപ്പി വെച്ചിട്ടാണ് ബില്ലടിക്കുക ഡ്യൂട്ടി ഫ്രീ എയർപോർട്ടിന്റെ ഉള്ളിൽ. ഞാനത് അടിച്ചു. അപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വീണ്ടും പോകുമല്ലേ, അതായിരിക്കും വീണ്ടും ദുആ കൊണ്ട് വസിയത്തിന് വന്നതായിരിക്കും. ഞാനിങ്ങനെ ഇറങ്ങിപ്പോയി കറങ്ങി നടന്നിട്ട് പിന്നെ വീണ്ടും എൻ്റെ അടുക്കൽ വന്നിട്ട് ബാക്കി ഉസ്താദേ ആ പാസ്പോർട്ടൊന്നും തരുമോ? ഞാൻ ചെന്തിന് ഇല്ല, ഈ 2 കുപ്പി അതിന്റെ ബില്ലിലൊന്നും അടിക്കാനാണ്. വല്ലാഹി സമയത്ത് ഉദനയ്യ സംഭവം, ഇവൻ 4 കുപ്പി ഡ്യൂട്ടി ഫ്രീ എടുത്തിരിക്കുകയാണ്. പാസ്പോർട്ടിന്റെ ഒരു കോപ്പിയിൽ 2 ബില്ല് അടിക്കും. ഒരു പാസ്പോർട്ടിൽ 2 എണ്ണം കിട്ടൂ. ചില ആളുകൾ വന ഉസ്താദ് 2 കിട്ടുള്ളൂ. ഇടയ്ക്ക് ചില ആളുകൾ അറിയാതെ അറിയാട്ടെ കറക്റ്റ് തന്നെ 2 കിട്ടുള്ളൂ. അപ്പോ അടുത്ത 2 കുപ്പി അടിക്കണമെങ്കിൽ വേറെ അടുത്തന്നെ പാസ്പോർട്ട് വേണം. അത് വന്നവൻ ചോദിച്ച എന്നോട്. ഞാൻ ചോദിച്ചേടാ, ഓൾ ഇന്ത്യ ജാഗിലെ ഉംറ കഴിഞ്ഞ് വന്ന് എന്നോട് തന്നെ ഈ കുപ്പി അടിക്കുന്ന ഈ പാസ്പോർട്ട് പാടിക്കണം. ഇവൻ അവിടെ നിന്ന് കയറിയപ്പോൾ മുതലേ തന്നെ അടിച്ചിട്ടാ നടക്കുക. അതുകൊണ്ടാണ് ഇവൻ എന്നോട് വന്ന് ദുആ വസിയത്ത് ചെയ്തത്. ഈ കള്ളു കുടിച്ചാൽ തക്കുവ കൂടുന്ന ചില ആളുകൾ. എന്താ അറിയോ, ചില ആളുകൾ നിങ്ങൾ തമ്മാടികളായിരിക്കും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമൂല പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയാൽ പെട്ടെന്ന് കൈയൊക്കെ അടിച്ച് മുണ്ടൊക്കെ അടിച്ച് താഴെ കുത്തി പവ്യത നിൽക്കും കള്ളുകൂടിയ. എല്ലാ ബോധമുള്ളവനാണെങ്കിലോ പൊക്കി പിടിച്ച് അങ്ങനെ തന്നെ നടക്കും. ചില കള്ളുകൂടിയന്മാരെ കണ്ടില്ല, പള്ളി കണ്ട ഭയങ്കര ഭവ്യതയാണ്. കള്ളു കുടിച്ചാൽ തക്കുവ കൂടുമെന്ന് ഞാൻ പറഞ്ഞു, മനമാരെ അടിച്ചുകളായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഭക്തി കൂടുന്നാ പറഞ്ഞത്. ഓ പടച്ചോനെ, അങ്ങനെ ഒരു സബീലുണ്ടെങ്കിൽ മിൻ സബീൽ, ആ സബീല് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഉണ്ട്, പക്ഷേ രഹസ്യ ജീവിതത്തിൽ വലിയ പരാജയമായി മാറുക. ചൂടുള്ള അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ന വാളുകൾക്ക് കുറവുണ്ടോ? ഇല്ല. ഉപദേശങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ സഈർ എന്ന് പറയുന്ന നരകത്തിൽ പോകുന്നവരാരാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഓരോ സഹോദരങ്ങളും സഹോദരിമാര്, ഞാൻ നരകം മാത്രം പറയാനല്ല, ആ നരകത്തിന്റെ ഇടയിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. സഈർ എന്ന നരകത്തിൽ പോയ ആളുകൾ ആ നരകത്തിലെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അവരാ നരകത്തിൽ കിടന്ന് വിലപിക്കുന്ന ഒരു രംഗം ഖുർആൻ പറയുന്നു. എന്താ രംഗം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ 2ാമത്തെ ഭാഗത്ത് കിടക്കുന്ന ആളുകൾ ആ നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് വല്ലാതവര് പെട്ടുപോകുമ്പോ അള്ളാഹുവിനോട് അവര് പറയും, അത്രേ അല്ലാഹുവേ, وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير.
നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്നൊരായത്താണിത്. അല്ലാഹുവേ, സൈർ എന്ന ഭീമാകാരമായ നരകത്തിന്റെ ഉള്ളിൽ പോയി അവർ കിടക്കുമ്പോ, നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിച്ച് ജീവിതത്തിൽ ഇവർ വല്ലാതെ വേദനിക്കുമ്പോ അല്ലാഹുവിനോട് പറയുമത്രേ, നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നന്മകളെ കേൾക്കുക മാത്രമല്ല, കേട്ട നന്മകളെ ഞങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന സൈർ എന്ന നരകത്തിൽ ഞങ്ങൾ വരുമായിരുന്നില്ലല്ലോ അല്ലാ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ പ്രഭാഷണം കേൾക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും പറയുന്നവരും അടക്കമുള്ളവരോട് എന്നോടടക്കം ഞാൻ ഓർമ്മിപ്പിക്കുകയാ, സൈർ എന്ന നരകത്തിൽ പോകുന്നത് വ്യഭിചാരികൾ മാത്രമല്ല, പലിശക്കാർ മാത്രമല്ല, ജീവിതത്തിന്റെ തിന്മയുടെ പന്താവിലൂടെ നടന്നു പോകുമ്പോ ഏതൊക്കെ നന്മകൾ ആരൊക്കെ പറഞ്ഞു തരുന്നുവോ ആ പറഞ്ഞു തരുന്ന നന്മയെ കേൾക്കുന്നുണ്ട്, പക്ഷേ ആ നന്മകളെ ജീവിതത്തിലേക്ക് പകർത്തുന്നില്ല. എത്രയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും അവസരങ്ങൾ മുഴുവനും ദുരുപയോഗം ചെയ്ത് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ പോയാ നമ്മുടെ കേൾവികൾക്ക് കുറവില്ല. അല്ലാഹുവേ, ലൗ കുന്നാ നസ്മഉ വനഅഖിലു, നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിത് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലാഹുവേ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നന്മകളുടെ വൃത്താന്തങ്ങൾ കേൾക്കുമ്പോ ആ നന്മകളെ ജീവിതത്തിൽ അതേപടി അനുസരിക്കുക. അതേപടി അനുസരിക്കുമ്പോഴാണ് നമ്മൾ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക. അതായിരുന്നല്ല ഹബീബായ നബി തങ്ങളുടെ സഹാബത്ത് ചെയ്തത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കേൾക്കുന്നത് അതേപടി പകർത്തുക. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞുവോ അത് കേട്ടപടിയെ പകർത്തിയവരായിരുന്നു സഹാബത്തുകൾ. അത് കാണാണ് റളിയല്ലാഹു അൻഹും വറളൂൻ, അവർ അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങിച്ചവരായത്. കേൾക്കുന്നത് അതേപടി അപ്പോൾ തന്നെ പകർത്തണം. അറിയുമല്ലോ, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതുകയാ. അല്ലാഹുവേ, പടച്ചവനെ, മദീന ഒരു വല്ലാത്ത കാഴ്ചയാണ്, അഭിലാഷമാണ് മദീന, അനുഗ്രഹമാണ് മദീന, രോമാഞ്ചമാണ് മദീന. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് മദീനയിലാണ് 450ഓളം ആളുകൾ എന്റെ ഗ്രൂപ്പിലുണ്ട്. അവരുമായി ഉംറയും സിയാറത്തും നിർവഹിച്ചിട്ട് വെള്ളിയാഴ്ച മദീനയിൽ നിന്ന് തിരിച്ചു വരണം സമയമായി. പക്ഷേ വരാൻ മനസ്സിന് കൊതി വരുന്നില്ല, വീട്ടിലേക്ക് വരാൻ മനസ്സിന് ആഗ്രഹമില്ല. അങ്ങനെ പച്ചക്കുപ്പ ഇങ്ങനെ വല്ലാതെ തെളിഞ്ഞു കാണുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ പ്രണയനായകന്റെ ചാരത്ത് വന്നിട്ട് സലാം പറഞ്ഞിട്ട് കണ്ണുനീര് പൊടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീന. ഗ്രൂപ്പുകാരോട് പറഞ്ഞിട്ട് ഒരു ദിവസവും കൂടി നീട്ടി, മറ്റൊന്നുമല്ല വെള്ളിയാഴ്ച രാവ് കിട്ടുമല്ലോ, നാളത്തെ ജുമുഅ മദീനത്തുൻ നബവിയിലാകാമല്ലോ എന്ന ആഗ്രഹത്തോടെ വെള്ളിയാഴ്ചത്തേക്ക് ഒരു ദിവസം കൂടി നീട്ടി. രാവിലെ 9 മണിക്ക് മക്കളെയും കൂട്ടി മദീനത്തുൻ നബവിയിലേക്ക് പോയി. അഭൂതപൂർവമാണ്, തിരക്കാണ് മദീനയെ. ഈ യാത്രാ വിവരണം പറയുന്നത് മനസ്സിലൊരാഗ്രഹം ഉണ്ടാകാനാണ്. നേരെ പോയി അൽഹംദുലില്ലാഹ് കിട്ടിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ തൊട്ട് പുറകിലുള്ള ഭാഗമാണ്. 9 മണിയോടെ കയറിയിരുന്ന് നോക്കുമ്പോ ഞാൻ ആ ഭാഗത്ത് നിന്ന് ബാബു സലാമിന്റെ മുമ്പിൽ തിരക്ക് കൂട്ടുന്ന ഒരു ജനത, ഉഗാണ്ടയിൽ നിന്ന്, ഉറുഗ്വേയിൽ നിന്ന്, അങ്ങനെ യൂറോപ്പിൽ നിന്ന്, കറുകറുത്ത ആഫ്രിക്കയിൽ നിന്ന്, കറുകറുത്ത കറുകറുത്ത തടിച്ച ചുണ്ടുകളുള്ളവനും സായിപ്പിനെ പോലെ വെളുവെളുത്തവനും റൗളയുടെ മുമ്പിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് വിതുമ്പുന്ന ചുണ്ടുകളിലൂടെ ബാബു ജിബ്രീലിലൂടെ പുറത്തേക്കിറങ്ങുന്ന 10,000ങ്ങൾ. ഒരു ഭാഗത്ത് മദീന കാണുന്നതാണ്, മറുഭാഗത്തോ വെള്ളപ്പരവതാനിയുടെ മുമ്പിൽ നിസ്കരിക്കാനുള്ള തിരക്കുകൾ. കാത്തു നിൽക്കുന്ന മണിക്കൂറുകളോളം ഒരു ചെറിയ ചത്വരമുണ്ടത്രേ, അത് വെള്ളപ്പരവതാനിയാണത്രേ. അവിടെ ഭൂമിയുടെ സ്വർഗമാണത്രേ. ആ വെള്ളപ്പരവതാനി വിരിച്ചൊരു പരിമിതമായ ഭാഗം സ്വർഗമാണത്രേ, സ്വർഗമാണ്. ആ വെള്ളപ്പരവതാനി വിരിച്ച ഭാഗം സ്വർഗമാണത്രേ. ഈ ഭൂമിയിലെ സ്വർഗമാണത്രേ. ഏത് സ്വർഗമാണ്? ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, വിചാരണയ്ക്ക് ശേഷമുള്ള സ്വർഗമല്ല. ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് ഭൂമിയിലെ സ്വർഗമാണത്രേ. അത് ഹിസാബ്
കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, വിചാരണ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നിക്കായിന് വേണ്ടി പോകുന്ന സ്വർഗമല്ല. ആ സ്വർഗം ഭൂമിയിലെ സ്വർഗമാണ്. എന്റെ ഖബറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഈ ഭൂമിയുടെ പങ്കിലമായ സുവർണ പാതകങ്ങൾ പോലെ തിളങ്ങുന്ന മദീനയുടെ സ്വർഗമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ മുത്തേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ കാഴ്ച കണ്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തിന്റെ ഭൂഷിയ തൂണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഹ്റാബ് ആയിഷ. ആ മിമ്പറിന്റെ ഭാഗത്ത് മിഹ്റാബ് ആയിഷ, ഉസ്തുവാനത്തു ഫാത്തിമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ സ്വർണ്ണലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 മാസക്കാലം അത്താഴം കഴിക്കാതെ കിടന്നിറങ്ങിയിട്ടും കൃത്യമായി തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് പ്രവാചക പത്നി തഹജ്ജുദ് നിസ്കരിച്ച മിഹ്റാബ് ആയിഷ 3 മാസം അവർ അത്താഴം കഴിച്ചിട്ടില്ല. 3 മാസം വെള്ളം കുടിച്ച് ജീവിച്ചിട്ടും എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാതിരുന്നിട്ടും പാതിരാത്രി എഴുന്നേറ്റ് നിന്നിട്ട് പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിലംഘിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിനെ പോലെ പൊട്ടിക്കരഞ്ഞ പ്രവാചക പത്നി ആയിഷ ബീവി നിസ്കരിച്ചു പോയ മിഹ്റാബ് ആയിഷ കണ്ടുകൊണ്ടിരിക്കുമ്പോ മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് ഇമാമ് കയറി അദ്ദേഹത്തിന്റെ ഹംദ് മുടങ്ങി. അപ്പോഴാണോ ഇതേപോലെ ഇതാരിത വെട്ടിയ മിമ്പറാണ്. ഈ മിമ്പറിൽ പാദം ചവിട്ടിയത് ആരുടേതാണ്? ഈ മണ്ണിൽ കാലിത വെട്ടി നടന്നിവരിൽ ഏറ്റവും ഉത്തമമായ പാദത്തിന്റെ ഉടമ മുഹമ്മദുൻ ഖൈറു മൻ യമശി അലാ ഖദമി. ഏറ്റവും പ്രസിദ്ധമായ പാദം ചവിട്ടിയ മിമ്പറിലേക്ക് ഇഹ്റാം കയറി നിന്നപ്പോ അപ്പോഴാണ് സഹോദരങ്ങളെ വിശ്വാസിയെ കുറിച്ച് മനസ്സിലായത്. ഇതേപോലൊരു വെള്ളിയാഴ്ച ദിവസം ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ കയറി നിസ്കാരത്തിന് വേണ്ടി ജുമാ നിസ്കാരത്തിന് ഖുത്ബ ഓതുമ്പോ അന്നത്തെ മദീനത്തെ ചെറിയ പള്ളി ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ കുറെ ആളുകൾ നിൽക്കുകയാണ്. ഇരിക്കാൻ സ്ഥലമില്ലാതെ മദീനത്തെ പള്ളിയുടെ അകത്തളങ്ങളിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോ മിമ്പറിൽ ഇരുന്നു കൊണ്ടല്ലാണ്ട് റസൂല് വിളിച്ചു പറഞ്ഞു, എവിടെയാണോ നിങ്ങളിപ്പോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഇരുന്നു കൊള്ളുക. അകത്തെ പള്ളിയിൽ നിൽക്കുന്നവരോടാണ് പറയുന്നത്. ഈ സമയത്താണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് വന്നപ്പോ താമസിച്ചു പോയി. ഹബീബായ മുത്തു മിമ്പറിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെളിയിലൂടെ ചുറ്റുപടുത്ത് കിടക്കുന്ന മണനാരുണ്യത്തിൽ ഓടി വരുമ്പോഴാണ് മദീനത്തെ പള്ളിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ അങ്ങ് ഇരുന്നേക്കണേ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ നിന്നു. ചങ്ങല കെട്ടിത്തര പോലെ ചുറ്റുപടുത്ത മണനാരുണ്യത്തിന്റെ മുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ കുത്തിയിരുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അകത്തെ പള്ളിയിൽ നിന്നവരോടാണ്. റവാഹയ്ക്കൊരു പ്രശ്നമല്ല, ചുറ്റുപടുത്ത മണനാരുണ്യത്തിലിരുന്നു. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഖുത്ബ കഴിഞ്ഞു നോക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ കാലിലൊരു ചെരുപ്പ് പോലും ഇല്ലാതെ ചുറ്റുപടുത്ത മണനാരുണ്യത്തിന്റെ ഊഷര ഭൂമിയുടെ മുകളിലിരിക്കുകയാണ്. എന്തേ റവാഹ ഓടി വരുമ്പോഴാണ് അങ്ങ് പറഞ്ഞു കേട്ടത്, എവിടെയാണോ നിൽക്കുന്ന അവിടെ ഇരിക്കാൻ. നബിയെ ഞാൻ അവിടെ ഇരുന്ന് നബിയെ. റവാഹ അത് നിന്നോടല്ലല്ലോ, അകത്തെ പള്ളിയിൽ ഇരുന്നവരോടല്ലേ ഞാൻ പറഞ്ഞത്. നബി അതൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ വന്നപ്പോ അങ്ങ് പറയുന്നത് കേട്ടു എവിടെ നിൽക്കുന്നു അവിടെ ഇരിക്കാൻ. നിന്നെടുത്ത് തന്നെ ഞാൻ ഇരുന്നു യാ റസൂലല്ലാഹ്. കേട്ടതെന്താണോ അങ്ങനെ തന്നെ ഞാൻ ചെയ്തു നബിയെ. അങ്ങ് പറഞ്ഞതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. ഇതാണ് സഹോദരങ്ങളെ, കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിനപ്പുറത്തേക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഖുർആനിൽ ആയത്തിറങ്ങി പെണ്ണുങ്ങളുടെ ഹിജാബിനെ
കുറിച്ച്, വസ്ത്രധാരണത്തെ കുറിച്ച് ആയത്തിറങ്ങി. വല്ലദിരിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന. ആ പെണ്ണുങ്ങളെ തലമറക്കുന്ന തുണി കൊണ്ട് തന്നെ അവരുടെ മാറും മറച്ചു കൊള്ളട്ടെ. ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ചപ്പോ സഹാബത്ത് നേരെ വീട്ടിലേക്ക് ഓടി. മദീനത്തെ വീടിന്റെ വാതിൽ തുറന്നകത്ത് കയറിയിട്ട് തലമറച്ച ഭാര്യമാരുടെ തലയിലെ തുണിയെടുത്തിട്ട് നെഞ്ചു മറച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഖുർആനിൽ ആയത്തിറങ്ങി നിങ്ങളുടെ തലമറച്ച തുണി കൊണ്ട് നിങ്ങളുടെ മാറു മറക്കണമെന്ന് പറഞ്ഞതും കേട്ടതും എന്നാണോ? അത് അതേപോലെ അനുസരിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയിലെ പെങ്ങൾക്ക് എനിക്കറിയുമോ എന്നെനിക്കറിയില്ല. വിവാഹച്ചന്തയിലും ആത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാടത്തിന്റെ നടുവ് പാശ്ചാത്യന്റെ ആചാരങ്ങൾ നമ്മുടെ വിവാഹവേദിയിൽ വരുമ്പോ, പാശ്ചാത്യന്റെ യൂറോപ്പിന് നമ്മൾ കടമെടുക്കുമ്പോ, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേളകൾ ചങ്ങം കൊടുപ്പിക്കുമ്പോ എന്തേ പൊട്ടികളെ നിങ്ങളായി പോയി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. എന്താണെന്നറിയുമോ? ഇന്തോനേഷ്യയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണത്തിന്റെ ദിവസം പുതിയ ആപ്പിള ഒരുങ്ങിയിരിക്കുന്നു, അപ്പുറത്ത് പുതുമണമാട്ടിയിരിക്കുന്നു. ആളുകൾ മുഴുവന് ചുറ്റും നിൽക്കുന്നു. പുതിയ ആപ്പിളയുടെ മുമ്പിൽ നിന്ന് പുതുമണമാട്ട് ഖുർആൻ ഓതുന്നു. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. തജ്വീദോടുകൂടി ശ്രവണ സുന്ദരമായ താലലയ ഭംഗിയോട് പുതിയ പെണ്ണ് ഖുർആൻ ഓതുമ്പോ ആയത്ത് കേട്ടിട്ട് പുതുമണവാളൻ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്നു. പുതുമണവാളൻ കരയുന്നത് കേട്ടപ്പോ ജനസദസ് മുഴുവനും ഖുർആൻ കേട്ട് കരയുന്നു. അങ്ങനെ യൂറോപ്പിനെ നാം കടമെടുക്കുമ്പോ അവിടെ കല്യാണത്തിൽ നിന്ന് ഖുർആൻ ഓതുന്ന പുതിയ പെണ്ണ് കേട്ട് പൊട്ടിക്കരയുന്ന പുതിയ ആപ്പിള സദസ് മുഴുവനും ഖുർആൻ കേട്ട് കരയുകയാണ്. ആ സമയത്ത് അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചിട്ട് അടിവസ്ത്രം കാണിക്കുന്ന ആഭാസം എത്തേണ്ട കുട്ടി നമ്മുടെ മക്കളുടെ കല്യാണം നമ്മൾ ആഭാസമാക്കി മാറ്റുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി വലാ തബറജന തബറുബൽ വലാ തബറജന തബറുബൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അന്യപുരുഷനോട് കൂടെ നടന്നതുപോലെ അന്യപുരുഷനുമായി നിങ്ങൾ ഇടകലർന്ന് ജീവിക്കരുത്. അന്യപുരുഷനുമായി ഇടകലർന്ന് ജീവിക്കരുത്. അന്യപുരുഷന്മാരുമായി സ്പർശനമുണ്ടാവരുത്. ആണും പെണ്ണും ഇടകലരാൻ പാടില്ല. ആണും പെണ്ണും തമ്മിൽ ഒരു പെണ്ണിന്റെ ശരീരമാണിനെ തട്ടാൻ പാടില്ല. അന്യപുരുഷനുമായി ഇടകലരല്ലേ, അവരുമായിട്ട് നിങ്ങൾ ഒന്നിച്ചു കൂടരുത് എന്നായത്തിറങ്ങിയപ്പോ മദീനത്തെ അൻസാറുകളായ പെണ്ണുങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അങ്ങാടിയിൽ പോകും ആണുങ്ങൾ വന്നാൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? ആ അങ്ങാടിയിലെ മദീനത്തിന്റെ പെണ്ണുങ്ങൾ അങ്ങാടിയുടെ ചുവരിലോട്ട് അവര് ചേർന്ന് ഒതുങ്ങി നിന്നു. ആണുങ്ങളെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ മതിലിലേക്ക് അവർ ഓരം ചേർന്ന് നിന്നപ്പോ അൻസാറുകളായ മദീനത്തിലെ പെണ്ണുങ്ങളുടെ വസ്ത്രത്തിന്റെ പുറകുഭാഗം അത് വല്ലാതെ അവിടുത്തെ നിറം മുഴുവനും മങ്ങിപ്പോയത്രേ, അവിടെ മുഴുവനും നുരുമ്പിപ്പോയത്രേ. ഒരന്യപുരുഷൻ തന്റെ ശരീരത്തിൽ തൊടുമോ എന്ന ഭയം കൊണ്ട് മതിലിലേക്ക് മദീനത്തെ പെണ്ണുങ്ങളെ ചേർന്ന് നിന്നപ്പോ അവരുടെ വസ്ത്രങ്ങൾ മുഴുവനും നിറം മങ്ങിയിട്ട് ആ ഭാഗം മുഴുവനും നുരുമ്പി പോകുന്ന രീതിയിൽ അവരുടെ വസ്ത്രങ്ങളും മതിലിലേക്ക് അവരെ ചേർത്ത് വെച്ചുമത്രേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയോ ആളുകൾ വാങ്ങു പറയുന്നുണ്ട്, എത്രയോ ഇമാമിങ്ങൾ വെള്ളിയാഴ്ച പറഞ്ഞു വരുന്നുണ്ട്. അതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടും മറ്റുള്ള സംസ്കാരത്തെ പുറകിൽ പോയാൽ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അള്ളാന്റെ മുമ്പിൽ പറയും നിങ്ങൾ ഒരു ദിവസം, അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ നഅഖിലു, ഞങ്ങൾ ഈ കേട്ടതെങ്ങാനും അനുസരിച്ചിരുന്നെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഇന്നീ നരകത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹ് മദീനത്തെ പെണ്ണുങ്ങളാവണം പറയാൻ എനിക്ക് സമയമില്ല. ഇനിയും സമയമേറെ, ഇനിയും വിഷയമേറെ ബാക്കി കിടക്കുകയാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, മദീനത്തെ പെണ്ണുങ്ങളാവുക. ഹബീബായ നബി തങ്ങൾ പള്ളിയിലിരുന്നപ്പോ ഒരു കറുകറുത്ത തടിച്ച ചുണ്ടുകളുള്ള ആര് കണ്ടാലും വിരൂപനായ ഒരു മനുഷ്യൻ ജുലൈബീബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജുലൈബീബേ, മുഖത്ത്
എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ. എന്ത് പറ്റി ജുലൈബീബേ? ജുലൈബീബ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കറുത്തവനാണ്, ഞാൻ വിരൂപനാണ്, ഞാൻ അടിമയാണ്, എന്നെ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപമാണ്. എനിക്കൊരാളും ഒരു പെണ്ണിനെ തരുന്നില്ല നബിയേ. ഒരു പെണ്ണ് കാണാൻ പോകുന്നിടത്ത് വൈരൂപ്യം കൊണ്ട് ഞാൻ ആട്ടി ഓടിക്കപ്പെടുകയാണ്. എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല മുത്തേ. പള്ളിയിൽ വന്നപ്പോ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് വലിയ ടെൻഷൻ. കല്യാണം കഴിക്കാത്തതിന്റെ ടെൻഷൻ, കഴിച്ചവർക്ക് കഴിച്ച ടെൻഷൻ. രണ്ട് ദുഃഖമാണ്. കെട്ടാത്തവന് കെട്ടാത്തതിന്റെ ദുഃഖം, കെട്ടിയവന് കെട്ടിയതിന്റെ ദുഃഖം. പടച്ചോനെ വേണ്ടായിരുന്നു എന്നാ തോന്നുക. കെട്ടുന്നതിന് മുമ്പ് ഉള്ള യാസീൻ മുഴുവൻ. ഒരു പയ്യൻ പറഞ്ഞു, ഉസ്താദെ കുറെ പെണ്ണ് കണ്ടു ഉറക്കുന്നില്ല, കല്യാണം പെട്ടെന്ന് നടക്കാൻ വല്ല മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ സഅദ് സലമി റളിയല്ലാഹു അൻഹു വരെ 3 യാസീൻ ഓതിക്കും, 3-ാമത്തെ ദിവസം പെണ്ണ് കിട്ടും. അവന് വലിയ സന്തോഷമായി. 3 യാസീൻ പെണ്ണ് കെട്ടു ഉസ്താദെ. സന്തോഷത്തോടെ പോയപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ട്, പൊന്നു മുത്തേ, കെട്ടാൻ 3 യാസീൻ ഓതിയാൽ മതി, പിന്നെ ഒഴിവാക്കണമെങ്കിൽ 3 ഖത്ത് ഓതി ഒഴിവാവൂല. കെട്ടാത്രയും മതി. ഇതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, നാളെ പറയേണ്ടി വരരുത് പടച്ചോനെ. എത്ര ഇമാമിങ്ങൾ പള്ളിക്കൽ ഇമാമിന് പ്രാന്ത, നിങ്ങൾ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണമെന്ന് പറയാൻ പാടില്ല. പള്ളിയിലെ ഇമാം ഒന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പലിശ മേടിക്കും, ഞങ്ങൾ കള്ളു കുടിക്കും. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് പറഞ്ഞാൽ വഖാലൽ മലഉല്ലദീന അസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനു മഅക മിൻ ഖറിയത്തിനാ അവ തഊദുന ഫി മില്ലത്തിനാ. ഷുഐബ് നബിയുടെ സമൂഹം അളവിന് തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. കച്ചവടത്തിൽ മഹാപറ്റിപ്പ്. ഷുഐബ് നബി പ്രസംഗിച്ച ജനത്തിനോട് കച്ചവടത്തിൽ കൃത്രിമം കാണിക്കരുത്, പാവപ്പെട്ട ഉപഭോക്താക്കളെ വഞ്ചിക്കരുത് എന്ന് പ്രസംഗിച്ചപ്പോ കാലൽ മലഉല്ലദീന അസ്തക്ബറു മിൻ ഖൗമിഹി, ആ നാട്ടിലെ ഏറ്റവും വലിയ അഹങ്കാരികൾ, ആ നാട്ടിലെ അബൂജഹല് വതല്ല പൊട്ടക്കനട്ടി ചത്തു. പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ഓരോ അബൂജഹൽ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞത്. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ. ഓരോ നാട്ടിലും ഏറ്റവും വലിയ അബൂജഹലുകൾ ഉണ്ടാവും. അവര് പറഞ്ഞു, ശുഐബേ, നീ പള്ളിയിലെ മുക്രി, നീ പള്ളിയിലെ ഖത്തീബ്, നീ വേണമെങ്കിൽ നിന്റെ കാര്യം നിസ്കാരവും നോമ്പും പറഞ്ഞോണം, കച്ചവടത്തിന്റെ കാര്യം പറയാൻ നീ വന്നിട്ടില്ല. ഇനി അഥവാ ഞങ്ങളുടെ കച്ചവടത്തിന്റെ ഈ സാമ്പത്തിക കാര്യത്തിൽ നീ ഇടപെട്ടാൽ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടും. വല്ലദീന ആമനുമാക്കും കറിയത്തിനാ, നിന്നെ പിന്താങ്ങുന്നവരെ ഞങ്ങൾ മഹലിൽ നിന്നും പുറത്താക്കും. അവരെ തഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെ ഞങ്ങളുടെ തോന്നിയാസ്തി നീ കൂടെ കൂടും. ഖുർആൻ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, കാലാനുസൃതമായ ഒരു ഗ്രന്ഥമാണത്. എല്ലാ സംഭവങ്ങളെയും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. എന്തിനാണ് ഈ ഘോരഘോരം വാള് പറയുന്നത്? ഞങ്ങൾ വാള് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? എത്ര വാള് പറഞ്ഞാലും കുറെ വിമർശകരുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം വിമർശനം എന്ന് പറയുന്ന ഒരു സാധനം പുല്ലാണ്. കാരണം നമ്മളൊരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി നിന്നാൽ കല്ലേറ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങാവൂ, ഇല്ലെങ്കിൽ തസ്മീം പിടിച്ച് വീടിന്റെ മൂല ഇരുന്നോണം. അല്ലേ? പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത് സംഘടനയാവട്ടെ, ബാക്കിയുള്ള എളിയ പരിശ്രമമാകട്ടെ, നമ്മളൊരു സ്ഥാനത്ത് നിന്നാൽ ഏറ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അത് നേരിടാനുള്ള നെഞ്ചിന് ധൈര്യം ഉണ്ടെങ്കിൽ നിൽക്കാവൂ, എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ വീട്ടിന്റെ മൂലയിൽ അതൊരു മഹലിന്റെ ആണെങ്കിൽ ശരി. ഇപ്പൊ പ്രസിഡന്റ് ആയാലും കിട്ടും, സെക്രട്ടറി ആയാലും എല്ലാവരും അംഗീകരിക്കൂ. അപ്പൊ അതുകൊണ്ട് വെല്ലുവിളികളും വിമർശനങ്ങളും എന്ന് പറയുന്ന ഒരു പുഞ്ചിരിയോടെ നേരിടണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമിമറ മനുഷ്യന്മാരെ മരത്തിന് മുകളിൽ സ്വർണ്ണ കിരീടം വെച്ചിട്ട് സിംഹരാജം പ്രഖ്യാപിച്ചു, ഇത് മുകളിൽ കയറിയെടുക്കുന്നവർക്ക് സ്വർണ്ണ കിരീടം കിട്ടും. പുലി, ചെന്നായ, ഉടുമ്പ് ഒക്കെ ഈ മരത്തിന്റെ മുകളിലോട്ട് കയറാൻ നോക്കി, അവരെല്ലാം താഴെ വീണ് കിട്ടിയില്ല. അവസാനം ഒരു പൊട്ടി പച്ച തവള മരത്തിന്റെ മുകളിൽ കയറാൻ തുടങ്ങി. അപ്പൊ ചുറ്റുഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ചു, അയ്യേ, ഈ പുലിക്കും ഈ അണ്ണാനും പറ്റാത്ത മരത്തിലാണ് ഇനിയിപ്പൊ തവള കയറാൻ പോണത്. ആളുകൾ മുഴുവൻ മുമ്പിൽ നിന്ന് മറ്റു മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ചു തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. മെല്ലെ പിടിച്ച് മരത്തിന്റെ മുകളിൽ കയറി കിരീടം എടുത്ത് താഴെ ഇറങ്ങി. അവസാന സമ്മാനം കൊടുക്കാൻ നേരത്തെ സിംഹം വന്നു. ഇത് തുറമുതിയിലും പുകാരിലും ഒന്നും ഇല്ലാട്ട.
അത് ചോദിക്കരുത്. തവള താഴെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ സിംഹാസനം, ഈ കിരീടം കൊടുക്കാൻ നേരത്ത് മൃഗരാജനായ സിംഹം തവളയോട് ചോദിച്ചു, അല്ല തവളെ, ഈ പുലിയും അണ്ണാനും വരെ കയറാൻ പറ്റാത്ത ഈ മരത്തില് ഇത്രയും ആളുകൾ കൂക്കി വിളിച്ചിട്ടും നീ എങ്ങനെ കയറിയെന്ന് തവളയോട് ചോദിച്ചപ്പോ തവള രാജാവിന്റെ മുഖത്ത് നോക്കി മിണ്ടാതെ നിന്നു. അപ്പോഴാണ് അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞത്, രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് പച്ച പൊട്ടനാവണം, ചെവി കേൾക്കൂല. ഈ ചുറ്റുഭാഗത്ത് നിന്ന് കൂക്കി വിളി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇവന്റെ ചെവി പൊട്ടായത് കൊണ്ടാണ്, ഇവൻ അത് കേൾക്കാത്ത കൊണ്ടാണ് മുകളിലോട്ട് കയറി കിരീടം കിട്ടിയത്. ഈ കൂക്കി വിളി ചെവിയിൽ കേട്ടിരുന്നെങ്കിൽ തവളയും തിരിച്ചിറങ്ങിപ്പോയേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദന്മാര്, എന്നോടടക്കം നമുക്ക് പറയാം, ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനായിട്ടിരിക്കണം, എന്നാലേ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും. നമ്മളെല്ലാത്തിനും ചെവി നാക്കം കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ കീപ്പോട്ട് വരും. ഞാനും പണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി പക്വത വന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പൊട്ടനാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ട് ഞാൻ ഭയങ്കര വാചാലനാണ്. കുറെ കാലം മുമ്പ് ഞാൻ തുറന്ന പോലെ കമറുദ്ദീനൊക്കെ അറിയാം. നേരത്തെ ഞാൻ നല്ല വാചാലനാണ്, എന്തിനപ്പം തന്നെ പ്രതികരിക്കും, കാരണം ആ ചോരത്തിളപ്പ്. പക്ഷേ വെളിയിലോട്ടിറങ്ങി നമ്മുടെ പ്രവർത്തന മണ്ഡലം വിശാലമാകുമ്പോൾ കാലം നമുക്ക് ചില പക്വത തരും. ആ പക്വത വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സുമ്മും ബുക്കുമോ നൊമ്യം പകുലായാക്കിലും മിണ്ടാതിരിക്കേണ്ടി വരും. ആ മിണ്ടാതിരിക്കൽ മൗനം സ്വർണത്തിനേക്കാൾ വലിയ അലങ്കാരമാണ്. എന്നാൽ നമ്മളെ അള്ളാഹു മേപ്പോട്ടാക്കും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഞാനൊക്കെ ഈ കമറുദ്ദീനൊക്കെ ഒത്തിരി വർത്താനം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറയില്ല. അത് അന്ന് ആ തിളപ്പിന്റെ പ്രായം. ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് അറിയാം, പടച്ചോനെ, ഇവരൊക്കെ ഈ ചുമതല എത്രയോ നാളുകൊണ്ട് ഈ ഭാരം ഇവർ തൂങ്ങുകയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ എന്ന് ഉയർച്ച ഉണ്ടാകുന്നു അന്ന് മറുഭാഗത്ത് ശത്രുക്കൾ കൂടും. അത് അള്ളാഹു നൽകുന്ന അംഗീകാരമാണ്. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ ഒക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഖിദ്മത്തുകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. സമയമായോ? നിർത്താൻ സമയമായോ? കസേര ഇനിയും കസേര കൊണ്ടുവരണം. ഇതൊന്ന് 27 ഉണ്ടാവുക. എന്റെ നട്ടപ്പാതിരാക്കി കസേര കൊണ്ടുവന്ന് സുബൈ വരെ ഇരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറെയൊന്നും പറയണ്ട, കുറച്ച് പറഞ്ഞാൽ മതി. വെള്ളിയാഴ്ച രാവാണ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമമെന്നാണ് അർത്ഥവാക്യം. അതുകൊണ്ട് ഏറെ പറയുന്നതിന് അർത്ഥമില്ല. മഹാനായ ജുലൈബി ഇവിടെ നമ്മൾ കേൾക്കുന്നതിന് നമ്മൾ അനുസരിക്കാൻ കഴിയാം. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട. എന്താണോ നമുക്ക് കിട്ടിയത് അത് എനിക്ക് ചെയ്യാൻ കഴിയുമോ? മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു, ജുലൈബി എന്താണ് ഒരു മുത്തം നബിയെ, ഞാൻ കറുത്തവനാണ്, ഞാൻ കറുത്ത ചുണ്ടുള്ളവനാണ്, എന്നെ കണ്ട വെറുപ്പാണ് നബിയെ, എനിക്കാരും പെണ്ണ് തരൂല, കറുത്തവന് പെണ്ണ് തരൂല, എന്നിട്ട് കറുത്തവനെ ആർക്കും ഇഷ്ടമല്ല, എന്നിട്ട് ഈ ലോകം മുഴുവനും കറുത്തവനെ പറ്റിക്കും, കറുപ്പിനാണ് ഏഴഴകെന്ന്. എന്നാൽ ഇന്നവരെ കറുക്കാൻ വേണ്ടിയുള്ള ഒരു ക്രീം ലോകത്താരും ഇറക്കിയിട്ടില്ല. എല്ലാരും ഈ കറുത്തവരെ പറ്റിക്കും, കറുപ്പിന് ഏഴഴകാണ്. അപ്പൊ പിന്നെ കറുക്കാനുള്ള ക്രീമല്ലേ ഇറങ്ങണ്ടേ, വെളുക്കാനുള്ള ക്രീമല്ലല്ലോ. അതൊന്നും ഇറങ്ങിയിട്ടുണ്ടോ? അതൊട്ട് ഇറങ്ങിയിട്ടില്ല. പാവം ജുലൈബി റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ വഴിയിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തന്റെ ജീവിതത്തിന്റെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഈ മക്കയിൽ ഒരു വീടുണ്ടവിടേക്ക് പോയി, ആ വീട്ടിലെ അതിസുന്ദരിയായ തങ്ങളുടെ മകൾക്ക് വരണ തേടുന്നുണ്ടവർ. അവിടേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറ, ആ പെണ്ണിനെ കല്യാണം ആലോചിക്കു ജുലൈബി. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. മൃഗനാഥൻ ചോദിച്ചു, എന്തിനാണ് വന്നത്? കരകരുത്തവനായ അടിമയോട് എന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടതാ. എന്തിനെന്നറിയുമോ?
കഴിയുമോ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരാൻ? സഹോദരങ്ങള്, ആ മനുഷ്യൻ പറഞ്ഞ് കറുകറുത്തവനായ വൈരൂപ്യമുള്ള നിനക്കെന്റെ മകളെ വിവാഹം ചെയ്തു തരാനോ? എന്റെ മകള് നിന്റെ കൂടെയല്ലേ കിടക്കേണ്ടത്? ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടരാ. പക്ഷെ എന്താണ് ചെയ്യുക? അതിസുന്ദരിയായ നമ്മുടെ പൊന്നുമകളെ ഇവനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഭാര്യയടക്കം പറഞ്ഞു. പത്ര നമ്മുടെ മകളൊരായുസ് മുഴുവനും ജീവിക്കേണ്ടത് ഈ കറുകറുത്ത വിരൂപിയുടെ കൂടെയല്ലേ? അവന്റെ കൂടെയല്ലേ നമ്മുടെ സുന്ദരിയായ മകള് കിടക്കേണ്ടത്? അതുകൊണ്ട് വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാലും അവന് നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണ്ട. മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹുവിനോട് വിരൂപനായ നിനക്കെന്റെ മകളെ വിവാഹം ചെയ്തു തരില്ലെന്ന് പറയവേ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉമ്മ, എന്താണ് നിങ്ങൾ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലിനൊക്കെ പുതിയാപ്രയായി പറഞ്ഞു വിട്ടാണ് നിങ്ങൾ തിരിച്ചു വിടുകയോ? പൊന്നുമോളെ, കറുകരുത്തവനായ വിരൂപനായി ചെറുപ്പക്കാരന്റെ കൂടെ പൊന്നുമോൾ എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ട് സമ്മതിക്കുന്ന മോളെ. ആ സമയത്താണ് മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ മാതാപിതാക്കളോട് ഒരായത്തോട് കേൾപ്പിച്ചത്. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? മകാനലി മുഅ്മിനി വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ലല്ല ലലാലം മുബീനാ. മകാനലി മുഅ്മിനി വലാ മുഅ്മിനാ, ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കുമില്ല ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ വിശ്വാസി മാറാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു തന്നില്ല ഉമ്മ. ഈ കറുത്തവനെ പുതിയാപ്രയായിട്ട് എനിക്ക് നിശ്ചയിച്ചത് മുത്തറസൂലാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുകയില്ലെന്ന് പറഞ്ഞ് ആ കറുകറുത്ത ചെറുപ്പക്കാരനെ ജീവിതത്തിൽ സ്വീകരിച്ചു മദീനത്തെ അൻസാറുകളായ പെൺകുട്ടികൾ. പെങ്ങളെ, ഖുർആൻ എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു? അവിടെ നിന്ന് അണുക്കിടും മാറാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് അല്ലാഹു ഇസ്ലാമിന്റെ സ്വർഗത്തെ വിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് നാളെ അല്ലാഹുവും റസൂലും പറഞ്ഞ സ്ഥലങ്ങളിലൂടെ നടക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ വേണോ? അല്ലാഹു കണ്ണീ ചോരയില്ലാത്തത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും 3 സലാത്തിൽ ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട നരകത്തിന് 7 പറയണം. ഒറ്റോട്ടത്തിൽ അങ്ങ് പറഞ്ഞില്ല, കാലാവസ്ഥ പ്രതികൂലമാകുകയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. മുഫാസ ആലിമീങ്ങളുടെ ഹാഫിളീങ്ങളുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ. എത്രയോ സ്വലാത്തുകളാണ്, എത്രയോ നന്മകളാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുഫാസിനുടെ ലക്ഷ്യമുണ്ട്. നമ്മുടെ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, മദ്രസയിലെ വളരെ പരിമിതമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ, അവരുടെ കഷ്ടപ്പാട് ആരും അറിയാറില്ല. തേച്ചു മിനുക്കിയ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ ദുഃഖത്തെ മറച്ചു വെക്കുന്ന പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ. ഞങ്ങളുടെ ഓയൂർ മേഖലയിൽ ഒരു പാവപ്പെട്ട ഒരു മുഅല്ലിം ഉണ്ടായിരുന്നു, റിയാസ് മുസ്ലിയാർ. അദ്ദേഹത്തിന് ഒരു കുഞ്ഞുമോളാണ്.
ജീവിക്കാൻ 2 സെന്റ് വസ്തു പോലുമില്ല, ഒരു വീട് പോലുമില്ല. രാവിലെ മദ്രസയിലെ ജോലി ചെയ്യും, മദ്രസ കഴിഞ്ഞിട്ട് റോഡുകളെ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിക്കും. എല്ലാവരോടും പുഞ്ചിരിച്ച് നടന്ന് ആ ചെറുപ്പക്കാരന്റെ ദാരിദ്ര്യം ഒരാളെയും ആ പാവപ്പെട്ട മുഅല്ലിം അറിയിച്ചിട്ടില്ല. അല്ലാത്ത സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കും. 3 ചക്രത്തിന് മുമ്പിൽ തന്റെ ജീവിതത്തിന്റെ സ്വപ്നം പേറി അദ്ദേഹം നടന്നു. പെട്ടെന്നൊരു ദിവസം പനി വന്ന് മാറുന്നില്ല. ടെസ്റ്റ് ചെയ്തപ്പോ റിസൾട്ട് വന്നു, മജ്ജയിൽ ക്യാൻസർ ആണത്രേ. മാറ്റി വെക്കണമെങ്കിൽ 35 ലക്ഷം രൂപ വേണമത്രേ. ഒരു ദിവസം 35 രൂപ ശമ്പളമില്ലാത്ത മുഅല്ലിം എന്ത് ചെയ്യും? ഒരു 19 വയസ്സുള്ള ഭാര്യ, 1.5 വയസ്സുള്ള മോള്. പെട്ടെന്ന് തന്നെ ഓയൂർ മേഖല ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ഉയർന്നു പ്രവർത്തിച്ചു. പ്രസിഡന്റ് ശിഹാബുദ്ദീൻ മന്നാനിയുടെ നേതൃത്വത്തിൽ യോഗം കൂടി. തങ്ങളുടെ കൂടെ ഇതേവരെ പുഞ്ചിരിച്ച് നടന്നവന്റെ ദുഃഖം മാറ്റണം, 35 ലക്ഷം രൂപ കണ്ടെത്തണം. രാവിലെ മേഖലക്കാർ എല്ലാവരും കൂടി വിനീതന്റെ വീട്ടിൽ വന്നു. ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ഈ വിനീതനെ ചെയർമാനാക്കി. മേഖലാ പ്രസിഡന്റ് വൈസ് വർക്കിംഗ് ചെയർമാനായി ഒരു സമിതി രൂപീകരിച്ചു. റിയാസ് മുസ്ലിയാരുടെ മജ്ജ മാറ്റി വെച്ചിട്ട് 35 ലക്ഷം രൂപ സമാഹരിക്കണം. ആ തീരുമാനമെടുത്തു. എല്ലാവരും സഹകരിക്കാമെന്ന് ഉറപ്പു തന്നു. ഞാൻ അവിടെ നിന്ന് നേരെ ഉംറക്ക് പോയി. തിരിച്ചു വന്നപ്പോ റിയാസ് മുസ്ലിയാരുടെ രോഗം കലശലായി. അന്ന് മഗ്‌രിബിന് കേൾക്കുന്നു, ഞങ്ങൾ സ്വപ്നം കണ്ട ആ പ്രിയപ്പെട്ട റിയാസ് മുസ്ലിയാർ അന്ന് മഗ്‌രിബിന്റെ നേരത്ത് മരിച്ചുപോയി. 35 ലക്ഷം രൂപ മുടക്കാൻ കൂട്ടുകാർ സഹപ്രവർത്തകരും തീരുമാനിച്ചിട്ടും പടച്ചിറപ്പിന്റെ വിധി കാത്തു നിന്നില്ല. 1.5 വയസ്സുള്ള പൊന്നുമോളെ യതീമാക്കി കേറി അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോയി വെച്ചതൊരു വാടക വീട്ടില്. മയ്യത്തടക്കാൻ കൊണ്ടുവന്നപ്പോ 1.5 വയസ്സുള്ള മോള് ഉപ്പ പോയത്. ആ പറഞ്ഞ രീതിയിൽ നമ്മുടെ കുടുംബ ജീവിതം മാറണം. ആ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം മാറണം. എന്നാലേ അല്ലെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരും. റബ്ബേ അല്ലാഹുവേ, ലൗ കുന്നാ നസ്മഉ വ നഅഖുലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. ഞങ്ങളുടെ ഇമാം പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ഞങ്ങൾ മാറിയിരുന്നെങ്കിൽ ഈ കത്തിക്കാളുന്ന നരകത്തിൽ നിങ്ങൾ കിടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹ് ഇതൊഴിവാക്കാനാണ് വഅദ് പറയുന്നത്. ഇതിനാണ് പണ്ഡിതന്മാര് പ്രബോധനം നടത്തുന്നത്. അല്ലാതെ ഒരു പേരിനും പെരുമക്കുമല്ല. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ നൽകുമാറാകട്ടെ. ചുരുക്കി പറയാണ്, നരകത്തിന്റെ 3ാമത്തെ ഭാഗം. ആ ഭാഗത്തിന്റെ പേരാണ് ജഹീം. ആ ഭാഗത്തിന്റെ പേരാണ്, എല്ലാരും ഒന്നിരിക്കും, ഒരു അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഴ പെയ്യണല്ലോ അവിടെ സോനെ. മൂന്നാമത്തെ ഭാഗം ജഹീമാണ്. ആരാ ജഹീമിൽ പോകുന്നതാരാ? വല്ലദീന കഫറു വകല്ലബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. എന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാത്ത ആളുകൾ നന്നാവാനുള്ള അവസരം കിട്ടി. പക്ഷേ ഇതൊക്കെ വെറും വല്ലദീന കഫറു വകല്ലബൂ ബിആയാതിനാ, ഇതൊക്കെ ദുനിയാവിൽ നടക്കുന്നതാണെന്ന് കരുതി നന്നാവാൻ അവസരം കിട്ടിയിട്ട് നന്നാവാത്ത ആളുകൾ. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. റമളാൻ നന്നാവാനുള്ള അവസരമാണ്. കാലാവസ്ഥ പ്രതികൂലമാണ് നിർത്താൻ. ഏതവസ്ഥയിലും ഇപ്പൊ എന്റെ മുമ്പിൽ 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്. പൊന്നു സഹോദരങ്ങളെ, 30ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആകുന്നത്. എത്രാമത്തെ വയസ്സിൽ? 30. വഫാത്താകുന്നത് 35ാമത്തെ വയസ്സിലാണ്. മുസ്ലിം ആകുന്നത് അതേവരെ വേറൊരു വഴിയാണ്. 30 വർഷം അപക്വതയുടെ വഴി. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 35ാമത്തെ വയസ്സിൽ വഫാത്തായി. ഈ 5 വർഷം കൊണ്ട് 5 പതിറ്റാണ്ടിന്റെ കർമ്മം ചെയ്തു. നമ്മൾ 30-40 ഒക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് എന്തുണ്ട് പറയും? നമുക്കൊന്ന് ചിന്തിക്കുകയും നമുക്ക് എന്തുണ്ട്, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ ഈ ജീവിതത്തിൽ മുമ്പോട്ട് ഓടുമെന്ന് തിരിഞ്ഞു നോക്കി. നല്ല സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാനാണ് കാറിന്റെ സൈഡിൽ കണ്ണാടി വെച്ചിരിക്കുന്നത്. റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിറർ എന്നാണ് അതിന്റെ പേര്. വല്ലാത്ത സ്പീഡിൽ പോകുമ്പോൾ പുറകൊന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ കണ്ണാടി. എന്നാലേ മുമ്പോട്ടുള്ള സ്പീഡ് ഒരല്പം കുറയും. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 35ാമത്തെ വയസ്സിൽ വഫാത്തായി. അപ്പോ
ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 വർഷം ഇസ്ലാമിൽ ജീവിച്ചു. മരിക്കുന്ന നേരത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തഹറക്കലി മൗതിഹി അർശുൽ ജബ്ബാർ. സഅദ് ബിൻ മുആദ് വഫാത്തായപ്പോൾ റബ്ബിന്റെ ദർബാർ പോലും ചലിച്ചുപോയി. മയ്യത്ത് നിസ്കാരത്തിന് പോകുമ്പോ കാല് ചവിട്ടാൻ കഴിയാതെ പെരുവിരലിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, കാല് ചവിട്ടാത്തതെന്ന് നബിയേ. സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ വരുന്നു സഹാബ. അവരുടെ തിരക്ക് കാരണത്താൽ എനിക്ക് കാല് ചവിട്ടാൻ കഴിയുന്നില്ല സഹാബ. വെറും 5 വർഷം ജീവിച്ചിരുന്നിട്ട്, മുസ്ലിമായി ജീവിച്ചിരുന്നിട്ട്, മരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് മലക്കുകളെ തന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ചുവടിറക്കിയ സഅദ് ബിൻ മുആദിനെ പോലെ അല്ലാഹു ജീവിതത്തിൽ തിരിച്ചു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.